കഴിവുണ്ടായി നീ ഒരു ആനയായിട്ട് പോട്ടെ. ആനയായിട്ട് പോയിട്ട് എങ്ങനെ അജ്ഞാന അന്ധകൂപത്തിൽ പെടട്ടെ എന്നാ പറയാം. ഒരറിവില്ലാത്ത ഒരു ഇരുട്ടിൽ പോയിട്ട് നീ പെടട്ടെ. കാരണം എന്നെ വേണ്ട പോലെ ഉപദേശിച്ചില്ല, ശ്രദ്ധിച്ചില്ല. പറയാൻ രാജാവായിരുന്നു, നല്ല അറിവും ഉണ്ടായിരുന്നു, വിഷ്ണു ഭക്തനുമായിരുന്നു. പക്ഷെ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. അതുകൊണ്ട് അവിടെ പിന്നെ മാപ്പില്ല, പറയാനുള്ള അവസരമൊന്നുമില്ല. മാപ്പപേക്ഷിച്ചാൽ ചിലപ്പോൾ ശാപമോക്ഷം കൊടുക്കുകയായിരിക്കാം, പക്ഷെ പറ്റിയില്ല, അതിനുള്ള അവസരം ഉണ്ടായില്ല. അങ്ങനെ ആനയായി ഏറ്റവും നല്ലൊരു ആനയായി കരയിലെ വളരെ സമർത്ഥമായ ശക്തിയുള്ള ബലവാനായ മൃഗമാണ് ആനയാണ്. അപ്പൊ അങ്ങനെ പിടിയാനകളുടെ കൂടെ എന്താ പറയാ അഹങ്കരിച്ച് നടക്കുകയായിരുന്നു. പള്ളിക്കുടിയിലും എല്ലാവരും എവിടെയും പിടുത്തം കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വെള്ളം താഴ്ചിട്ട് ഇങ്ങനെ പോവുക ഒരു കാണുകയാണ്. അവിടെ പോയി അങ്ങനെ തീർത്ത് കളിക്കുന്നുണ്ട്. എന്താ പറയുക, പിടിയാനകളും കുട്ടികളും കുടുംബസമേതവും ഉണ്ട്, വേറെ ആനകളുണ്ട്. ഒരുപാട് ക്രീഡയൊക്കെ നടത്തി. ആ സമയത്താണ് കാലിൽ എന്തോ എന്നെ പിടിച്ചുവല്ലോ എന്ന് പറയുന്നത്. അയ്യോ എന്താ പറ്റിയത്, ഇത്രയും ബലവാനായ എന്നെ പിടിക്കാൻ ആരാണ്? അപ്പോഴും അവരെ അഹങ്കാരമാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോ എന്താണ്, കാലിൽ മുതലെ പിടിച്ചു, നല്ലപോലെ പിടിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞു ഭാര്യയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്, കുട്ടികളും ബന്ധുക്കളും എല്ലാവരും പിടിച്ച് വലിക്കുന്നുണ്ട്. എങ്ങനെയും പറ്റുന്നില്ല. അവര് കുറെ ശ്രമിച്ചു, തോറ്റ് പിന്മാറി. അതുകൊണ്ടാണ് നമ്മുടെ ബന്ധുക്കളെ ആശ്രയിക്കേണ്ടെന്നല്ല കേട്ടോ. ബന്ധുക്കളെ വെറുക്കരുതേ, അങ്ങനെയൊക്കെ ഒരിക്കലും. നമുക്ക് എല്ലാവരും വേണം അല്ലേ? മാത്രം എന്താ പറയാ, ഒരുപാട് മമതാബന്ധം ആരും പൊട്ടാതെ നമ്മള് ജീവിക്കാൻ. ഏതുപോലെ പറഞ്ഞ താമരപ്പൂ പോലെ. താമരപ്പൂ എങ്ങനെയാണ്? വെള്ളത്തിലാണ്, പക്ഷെ മുകളിൽ വെള്ളമായിട്ടും ഇലയായിട്ടും ഓരോ ഒട്ടലുമില്ല. ഇങ്ങനെയാണ് ആചാര്യന്മാരെ ഉദാഹരണം പറയുക. താമരപ്പൂ പോലെ, അല്ലെങ്കിൽ ചേമ്പിന്റെ ഇല പോലെ. ചേമ്പിന്റെ ഇലയിൽ വെള്ളം വേണം നമുക്കറിയാതെ, ഓരോ ഒട്ടലുമില്ല. അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാവരും വേണം, പക്ഷെ അവരോട് ഒരുപാട് എന്റെ പേരക്കുട്ടി സ്നേഹം വേണം. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ശാസ്ത്രങ്ങൾ കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. ഒരു കുട്ടികളും വഴിതിരിച്ചില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഇവരെല്ലാവരും പിടിച്ച് വലിക്കാൻ നോക്കി, പറ്റിയില്ല. അവസാനത്തെ ശ്രമം കാര്യം ഒന്നുകൂടി പിടിയാനെ പിടിച്ചു നോക്കി, ഒന്നുകൊണ്ട് രക്ഷയില്ല. അവസാനം കാരണം ആനയുടെ തുമ്പിക്കൈൻ്റെ ആ മൂക്ക് ഭാഗമാണ് അതിൻ്റെ മർമ്മസ്ഥാനം, അത് മുങ്ങാരായി. ഒരു പിടി എല്ലാവരും വിട്ടുപോയി. കാരണം ഗജേന്ദ്രനാണ് ആനയുടെ പേര്. ഗജേന്ദ്രനും ഒരു രക്ഷയില്ലാണ്ടായി. പക്ഷേ അവിടെ ഒരു ഗുണമുണ്ടായി. പൂർവ്വജന്മം നല്ല ഭക്തനായിരുന്നു അല്ലെ, വിഷ്ണു ഭക്തനായിരുന്നു. അതുകൊണ്ട് ആ സ്മൃതി ഓർമ്മ വന്നു. ഭഗവാനെ ഇതിന്റെ കാരണം ഭഗവാൻ ഇരിക്കുന്ന സഹശക്തികളും അഗസ്ത്യ മഹർഷിയുടെ ശാപമാണ് ഗജേന്ദ്രനായത്. അപ്പൊ പൂർവ്വജന്മത്തെ സ്മൃതി വന്ന് കാരണം എന്നെ വിചാരിക്കും. അപ്പൊ യാതൊന്നും കൊണ്ടാണോ ഇപ്പൊ സൂര്യൻ ജ്വലിക്കുന്നത്? എന്ത് ശക്തി കൊണ്ടാണ് സൂര്യൻ ജ്വലിക്കുന്നത്? സൂര്യന്റെ പിന്നിലും ഭഗവാനാണ്. നമുക്ക് തോന്നുന്നു രാവിലെ അടിച്ച് സൂര്യൻ തനിയെ ഉദിക്കുന്നതല്ല. കാരണം ഈ ഭൂമിയിലത്തെ എല്ലാം ഭഗവാന്റെ വിഭൂതിയാണ്. മണ്ണ് പോലും നമുക്ക് മണ്ണുണ്ടാക്കാൻ പറ്റുമോ? പ്രപഞ്ചശക്തികളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പഞ്ചഭൂതങ്ങളൊന്നും, ജലം നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഭൂമിയിൽ തനിയെ വരികയെ ഭഗവാന്റെ ആ പ്രകൃതി കൊണ്ട് വരുന്നതാണ്. ഈ അഞ്ചെണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വായു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാനേ പറ്റുള്ളൂ. ചലിച്ചാൽ മാത്രമേ നമുക്ക് വായു കിട്ടുള്ളൂ, ശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ ശ്വസിക്കുന്നില്ല. കുറെ കഴിഞ്ഞാൽ ഇനിയിപ്പോ സിലിണ്ടർ കൊണ്ട് നടക്കേണ്ട അവസ്ഥ വരുന്ന പറയാം. കാരണം ഓരോരുത്തരും ഡൽഹിയിലൊക്കെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ വർഷം. ശ്വാസം കിട്ടാതെ ജനങ്ങൾ നിറഞ്ഞ് മരങ്ങളില്ലാതെ ഫുൾ ബിൽഡിംഗ് ആയി. അപ്പൊ അതൊന്നും നമുക്ക് ഇപ്പോഴുള്ള കൊണ്ടൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാണ് ഒരാൾ പറയുന്നത്, ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, സംവിധാനങ്ങളിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ഒരു തുള്ളി മഴ നമ്മൾക്ക് പെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. ഭഗവാൻ അനുഗ്രഹം വരുന്ന ഭഗവാനാണ് മഴയുടെ ദേവത. ആ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്കിപ്പോ തിരുവാതിര ഞാറ്റുവേലയൊന്നും പ്രാവശ്യം മഴയുണ്ടായിരുന്നില്ല അല്ലേ? പിന്നെ ഒരു ന്യൂനമർദ്ദം വന്നിട്ടാണ് നമുക്ക് മഴയായിട്ടത് പരിണമിക്കുന്നത്. അതുകൊണ്ട് 2 വർഷം മുമ്പ് ഇതുപോലെ മഴയില്ലാതെ കൽപ്പാത്തിയിൽ ബ്രാഹ്മണരൊക്കെ ഒന്നിച്ചിരുന്ന് വരുന്ന ഭഗവാനെ ഒരുപാട് മന്ത്രം കൊണ്ട് ഉപാസിച്ചിട്ടാണ് മഴയൊക്കെ പെയ്യുന്നത്. അപ്പൊ അതാത് കാലങ്ങളില് മഴ എല്ലാം വേണം. അപ്പൊ ഏതൊരു ശക്തി കൊണ്ടാണോ ഈ വായു വീശുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത്, സൂര്യൻ ഒരു ദിവസം വിചാരിക്കുന്നത് ഞായറാഴ്ചയല്ലേ, ശരി വേണ്ട ഞാനൊരു ലീവ് എടുക്കാം എന്ന് വിചാരിച്ചാൽ എന്തായാലും നമ്മളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. സൂര്യൻ വരണില്ല, ഉദിക്കില്ല. അപ്പൊ അതിന്റെ പിന്നിലും സൂര്യനെ ജ്വലിപ്പിക്കുന്നത് ആരാണ്? ഈ ഭഗവാൻ തന്നെയാണ്, വിഷ്ണു ഭഗവാൻ. ആ ശക്തിയിലേക്ക് സൂര്യന് പോലും പ്രകാശിക്കാൻ പറ്റില്ല. അപ്പൊ
ഈ ആന തുമ്പിക്കൈ മൂക്ക് മുട്ടായി അത്ര. അപ്പൊ അവളോട് ജന്മസ്മൃതി വന്നപ്പോ അവിടുന്ന് അങ്ങനെ ആ ഭഗവാനെ സ്തുതിച്ച് വിളിക്കുകയാണ്. അപ്പോ ഭഗവാൻ മോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോ എന്റെ ഏതോ ഒരു ഭക്തൻ അപായത്തിൽ പെടുന്നുണ്ട്, അതാണ് ഭഗവാൻ. ചില സമയത്ത് ഭഗവാൻ ഭക്തന്റെ ദാസനാകുന്ന പറയും, പ്രത്യേകിച്ച് മഹാവിഷ്ണു. നമ്മൾ എത്ര വിളിക്കുന്നോ അത്രയും ഗുരുവായൂരപ്പൻ നമ്മളെ പെട്ടെന്ന് അങ്ങനെ വരുമൊന്നുമില്ല. ശിവനാണ് പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയാണ്. ഭഗവാൻ എങ്ങനെയല്ല, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നോക്കി നോക്കിയിട്ട് ശരമെടുത്ത് തരുന്നു നമുക്ക് പിടിക്കാൻ. പക്ഷെ പിടിച്ചു തോന്നുമ്പോഴേക്കും വയ്ക്കും. യശോദയ്ക്ക് പോലും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് അപ്പോഴും രണ്ടാമതിലും വിട്ടിട്ടാണ് ഗുരുകുലത്തിലെ രീതിയിലൊക്കെ കെട്ടുന്ന സമയത്ത് യശോദയ്ക്ക് പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കയ്യ് ഭഗവാന്റെ പിടിയിൽ കൊടുക്കണം. ഏതുപോലെ പറഞ്ഞാൽ മുത്തശ്ശൻ കുട്ടിയും കൊണ്ട് റോഡ് കടക്കുകയാണ്. മുത്തശ്ശൻ കുട്ടിയും കൊണ്ട് റോഡ് കടക്കുമ്പോൾ കുട്ടി മുത്തശ്ശന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ഉറപ്പില്ല. കുട്ടി എപ്പോ വേണേ കൈവിടാം. റോഡിൽ വെച്ച് എന്തെങ്കിലും അപ്പുറത്ത് നായയെ പൂച്ചയെ കണ്ടാൽ കുട്ടി കൈവിട്ടോളൂ. അതേസമയം മുത്തശ്ശൻ പിടിച്ചാലോ, നമ്മൾ കുട്ടികളെ കുറിച്ചാൽ എന്താണ്, എന്ത് വന്നാലും കൈ പിടിക്കുക. അതുപോലെ കൊടുക്കണം ഭഗവാന് കയ്യേന്ന്. നമ്മൾ കൊടുത്തിട്ട് അത് ഭഗവാൻ എത്ര കൊടുത്താലും ആ പാദത്തില് എത്ര വിഷമം വരുന്നോ മുഴുവൻ പിടിക്കാം. എത്ര വിഷമം വന്നാലും എനിക്ക് ഭഗവാൻ വിഷമം തന്നു, അങ്ങനെ ഒരാൾക്ക് വിഷമം കൊടുക്കാനായിട്ടാണ് നമ്മൾ ദേവന്മാരെ ഇരിക്കുകയല്ല. നമ്മൾ ചെയ്ത കർമ്മഫലം തന്നെയാണ്. അതും രാമായണത്തിൽ പറയുന്നത്. നാൽകാം നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നാൽകാം തന്നെ അനുഭവിക്കുക. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവല്ല ഉത്തരവാദി, കുട്ടികളല്ല. ഞാൻ പൂർവ്വജന്മം സഞ്ചിത കർമ്മം കൊണ്ട് വരികയാണ്. രാജാവ് പറയില്ല സഞ്ചിയിൽ കൊണ്ടുവരുന്ന കർമ്മം സഞ്ചിത കർമ്മം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പൂർവ്വജന്മം കൊണ്ടുവരുന്ന കർമ്മമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഭഗവാൻ അങ്ങനെ വിഷമം തരാനോ അനുഗ്രഹം, അങ്ങനെ അനുഗ്രഹം തരുമ്പോൾ മാത്രം രണ്ടുപേരും നീട്ടി വാങ്ങൂലേ. കാറ് തന്നു, വീട് തന്നു, നല്ല കുട്ടിയെ തന്നു, മകൾ ഡോക്ടറായി, മകൻ ഡോക്ടറായി, എഞ്ചിനീയറായി, ഒക്കെ നമ്മളെ കൈനീട്ടി വാങ്ങും. ദുഃഖം വരുമ്പോഴോ അപ്പൊ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യും, എന്നാലും ഭഗവാൻ എനിക്ക് ഇങ്ങനെ തന്നില്ല, ഞാൻ ഒരിക്കലും ഇല്ല. നമ്മൾ ചെയ്ത കർമ്മഫലം അത് കുറയ്ക്കാനാണ് ഇപ്പൊ നമ്മളിതാ സത്സംഗം. ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യും, 4 സമയവും 4 നേരവും ഭക്ഷണമൊക്കെ കുട്ടികളെല്ലാം കഴിക്കും. മനസ്സിന് നമ്മൾ എന്താ കൊടുക്കണം, മനസ്സിന് എന്ത് പോഷകാഹാരം കൊടുക്കണം ഒന്നുമില്ല. മനസ്സിനൊരു പോഷകാഹാരം ഇല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വലിയ സ്മാർട്ടായി ഇരിക്കണമെങ്കിൽ എന്ത് വേണം, ജപം ജപിക്കുക, എന്നും ജപിക്കുക. ജപം ധ്യാനം, ധ്യാനം ഒന്നും ചെയ്തില്ലെങ്കിൽ നാരായണ ജപിക്കാലോ. ഇത്ര നമുക്ക് നല്ല ക്ഷേത്രം കിട്ടിയിട്ടുണ്ട്. ലളിതാ സഹസ്രനാമം ജപിക്കാലോ, ഒന്ന് വേണം. അമ്മേ നാരായണ ജപിക്കാൻ പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ എത്ര പുസ്തകങ്ങളാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്, എത്ര ശീശ്വരന്മാർ എത്ര പുസ്തകങ്ങളായിട്ട് തന്നിരിക്കുന്നത്. നമ്മളതിങ്ങനെ ഇടയ്ക്ക് വയ്ക്കും, പഠിച്ചിരിക്കണം. പക്ഷെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ആരും വരും, ആചാര്യനായിട്ട് പലരും വരും. അത് പഠിക്കുക. എപ്പോഴും നമ്മൾ പഠിച്ച വയസ്സാവുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യക്ക് വയസ്സൊന്നുമില്ല. കലയ്ക്കും വിദ്യക്കും വയസ്സില്ല. എപ്പോ വേണം. 75 വയസ്സായപ്പോ പത്മാസുബ്രഹ്മണ്യം പുസ്തകമായിട്ടുണ്ടായിരുന്നു. കാലിനെ കഴിയുന്നു അതുപോലെ ശോഭനയൊക്കെ നോക്കൂ, ജീവിത നൃത്തത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്, ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം അതിലേക്ക് നമുക്ക് മോഡലാക്കാം. അപ്പൊ നല്ല നല്ല ആൾക്കാരെ നമുക്ക് ഗുണങ്ങൾക്കനുസരിച്ച് മോഡലാക്കി മനസ്സുകൊണ്ട് വളർന്ന് അപ്പൊ മനസ്സിന്റെ ആഹാരം നമുക്ക് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താവും, ആത്മാവിനൊന്നും കിട്ടില്ല. നമ്മളങ്ങനെ മേടിച്ച് ക്ഷയിച്ച് ഒന്നിനും പറ്റാതെ ഇതൊക്കെ കുറച്ച് വായിച്ച് നോക്കും. അപ്പൊ ഞങ്ങൾക്ക് എന്ത് മഴയാണെങ്കിലും രാവിലെ വെച്ചാൽ മഴ എന്നൊക്കെ പറയും. പക്ഷെ ഇത് വായിക്കാൻ പോകണ്ടേ, നമ്മൾ പരിപാടി ഏറ്റെടുത്തതല്ലേ, പോകണമല്ലോ, വായിക്കണമല്ലോ. പക്ഷെ ആ വായിച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലോ അനുഭവിച്ചറിയണം. പറയാൻ വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ 6 മണിക്കൂർ ഒരേ ഇരിപ്പില് എന്താ പറയുക, നാരായണീയം 3 ദശകം വരെ വായിക്കുമ്പോ വേറെ ഒരു ചിന്തയും നോക്കിയില്ല. ചിന്ത വരിക, എത്ര ചിന്തിച്ചാലും വീട്ടിലപ്പോ എന്തൊക്കെയോ വരുന്നില്ലേ. പോയി വരുമ്പോ നമ്മളില്ലാത്തതിലും വെച്ച് ഭംഗിയായിട്ട് കാര്യങ്ങൾ നന്നായി നടന്നിട്ടുണ്ടാവും. അവിടെ ആര് നടത്തുന്നു, നമ്മളില്ലെങ്കിൽ ആര് നടത്തുന്നു. അപ്പൊ നമ്മൾ ചിരഞ്ജീവിയൊന്നുമല്ല, നാളെ പോകില്ലേ. നമ്മൾ പോയാലും നമ്മുടെ മക്കളെ ജീവിക്കും. നമുക്ക് തോന്നുന്നതാണ് നമ്മളില്ലെങ്കിലേ അവരൊന്നും ജീവിക്കില്ല. നമ്മളുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ ഞാനേ ഇല്ല. നമ്മൾ വരുമ്പോ കൊണ്ടുവന്നതാണ് കുട്ടികളെ, അല്ല പോകുമ്പോ കൊണ്ടുപോകും. അതുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോ പറഞ്ഞത്, പെട്ടിയില് എന്റെ 2 കൈയും പുറത്തിടണം, ശരീരം മാത്രം
പെട്ടിയിൽ വെച്ചോളൂ, 2 കൈയും പുറത്തിടണം. എന്തുകൊണ്ടാണ് അറിയോ? തത്വം. വലിയ ചക്രവർത്തിയായിരുന്നു, ഒരുപാട് വെട്ടിപ്പിടിച്ചു. പക്ഷെ എന്തുണ്ടായിരുന്നു? 2 കൈയും പുറത്തിട്ടത് ഒന്നും കൊണ്ടും വരില്ല, ഒന്നും കൊണ്ടും പോയില്ല. പിന്നെ ഇവിടെ ഇല്ലാതൊക്കെ നമുക്ക് ഭഗവാൻ തന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ, ഓരോരുത്തർക്ക്. അപ്പൊ അതുകൊണ്ട് ആ സ്മൃതി വന്ന സമയത്ത് നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ പറഞ്ഞിട്ട് ആണ് അവിടെ നമ്മളിപ്പോൾ വായിച്ചത്. ആ ഒരു വാക്യത്തിന് വളരെ വിശേഷമുണ്ട്. അപ്പോൾ ആ കണ്ടത് താമരപ്പൂവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗജേന്ദ്ര മോക്ഷ സമയത്ത് അവിടെ താമരപ്പൂ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്തുതിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഈ താമരപ്പൂവ് എടുത്തിട്ട് ഭഗവാൻ അർച്ചന ചെയ്തു എന്നാണ്. അപ്പൊ ഈ പിന്നെ ഗജേന്ദ്രൻ അങ്ങനെ ശാപമോക്ഷം. അതേസമയം ഈ മുതലിൽ ദേവരൻ എന്നുള്ള ഒരു മഹർഷിയുടെ ശാപം കൊണ്ട് ഗന്ധർവനായി. ആ ഗന്ധർവനാണ് മുതലയായിട്ട് വന്നത് വെള്ളത്തിൽ. അപ്പൊ 2 സമയം അപ്പൊ പറയും എന്റെ ഭഗവാൻ, എന്റെ ഭക്തൻ അവിടെ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കണം. അങ്ങനെ ദേവരന്റെ പുറത്ത് വരുമ്പോ കൂടി ഭഗവാൻ എന്താ പറയണം? നിനക്ക് സ്പീഡ് പോരാ, വേഗം പോകാതെ ദേവനോട് ഭഗവാന്റെ ആയുധത്തിൽ വരുന്ന സമയത്ത് വേഗം പോകും. അതാ എന്റെ ഭക്തൻ തുമ്പിക്കൈ മൂന്നാറായി നിൽക്കുക, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു വന്ന ഇങ്ങനെ വന്നിട്ടാണ് പിന്നെ മുതലേ ഭഗവാന്റെ ചക്രം കൊണ്ട് വാല് പിളർന്ന് മോക്ഷം കൊടുക്കും. മാത്രമല്ല ഗജേന്ദ്രനെ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവാണ് ഭഗവാൻ, അതോടുകൂടി സ്വർഗാധിപത്യം. അതുകൊണ്ട് ഈ കഥ അതിൽ തന്നെ പറയില്ല. രാവിലെ ഈ ഗജേന്ദ്ര മോക്ഷം നാരായണീയത്തിലുണ്ട്. ഭാഗവതത്തിൽ 2-3 അധ്യായമായിട്ടാണ്. നാരായണീയത്തിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. 26ാമത്തെ ദശകമാണ് ഗജേന്ദ്ര മോക്ഷം. അത് പഠിക്കാൻ ശ്രമിക്കുക. ഓൺലൈനിൽ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് ഗ്രൂപ്പുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ പറയും ഭയങ്കര ഔഷധമാണ്, മരുന്നാണ്. തീർച്ചയായിട്ടും മരുന്നാണ് നാരായണീയം. എത്ര ചെല്ലിയാലും എത്ര പറഞ്ഞാലും അതൊരു മരുന്നാണ് തീർച്ചയായിട്ടും. കാരണം ഓരോ ദശകവും നമുക്കത് ഉൾക്കൊണ്ട് അതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോഴാണ്. ഞാനിത് പറഞ്ഞിട്ട് പ്രചോദനം കൊണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോൾ നാരായണീയത്തിലേക്ക് പഠിക്കാൻ വന്നു. പഠിക്കുക, മനസ്സിലാക്കുക. അതിൻ്റെ ദേവസ്വത്തിലെ വനമാല വ്യാഖ്യാനം നമുക്ക് അതിൻ്റെ കഥകളൊക്കെ പഠിക്കാനായിട്ട് ആദ്യം വായിക്കുമ്പോൾ കഷ്ടമാണ്. കാരണം ഭട്ടതിരിപ്പാടിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യം, സംസ്കൃത പാണ്ഡിത്യം വളരെ കഷ്ടമാണ് പഠിക്കാൻ. എങ്കിലും നമ്മളത് വിടാൻ പാടില്ല പഠിക്കുക. അതുകൊണ്ട് തന്നെ ഗജേന്ദ്രമോക്ഷം ആര് രാവിലെ പാരായണം ചെയ്യണോ അല്ലെങ്കിൽ കേൾക്കണോ അവർക്ക് സ്വർഗപ്രാപ്തി കിട്ടും, ശത്രുദോഷം ഉണ്ടാവില്ല, സങ്കീർത്തി ഉണ്ടാവുന്ന ഭഗവാന്റെ വാക്കുകളാണ്. അതുപോലെ രാവിലെ നമുക്ക് ചെല്ലാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ പറയുന്നത് സങ്കീർത്തി ലഭിക്കും, നമുക്ക് മോക്ഷപ്രാപ്തി. കാരണം ഒരേ സമയം ആനയ്ക്കും മുതലയ്ക്കും മോക്ഷം, ഒരേ സമയം 2 പേർക്കും മോക്ഷം കൊടുത്ത ഭാഗമാണ് ഗജേന്ദ്ര മോക്ഷം. എന്താ ഇതിൻ്റെ തത്വം? എല്ലാം തന്നു ഭഗവാൻ. അഹങ്കാരം ഓണം എന്ന ഭാവം ഭഗവാനായിട്ടാണ്. ആദ്യം എല്ലാം ഉണ്ടാക്കി രാജാവായിരുന്നു. പക്ഷെ അവിടെ സന്യാസി വന്നപ്പോൾ എന്ത് ചെയ്തു? സന്യാസിയെ വേണ്ട പോലെ ഉപചരിച്ചില്ല. കഥ മാത്രം കേട്ടുപോകല്ല, ഇതിന്റെ തത്വം നമ്മൾ എടുത്തിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഏത് ഋഷീശ്വരൻ വന്നാലും സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്നാ പറയുക. നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. 1ാം ക്ലാസ്സിലത്തെ അറിവ് ആര് പകർന്നു തരുന്നു? 10ാം ക്ലാസ്സിലത്തെ അറിവ് ആര് പകർന്നു? 2 ടീച്ചർമാർ തന്നെയാണ്. 1ാം ക്ലാസ്സിൽ എനിക്ക് പറ്റിയില്ല. ഇവിടെ അറിവ് LKG പഠിപ്പിക്കുന്നതും ടീച്ചർ തന്നെയാണ്, ഗുരുനാഥയാണ്. ഒരു എന്താ പറയുക, നൃത്തം പഠിപ്പിക്കുന്നതും ഗുരുനാഥയാണ്. അതുകൊണ്ട് നമ്മുടെ സരസ്വതി പൂജയ്ക്ക് ചിലങ്ക വെച്ചിട്ട് കുട്ടികളെ പൂജിക്കും. സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിൽ നമുക്ക് 64 കലകളുടെ ദേവിയാണ് സരസ്വതി. അപ്പോൾ പാട്ട് പാടാനും എന്തിനും ഇപ്പൊ സംസാരിക്കാൻ പോലും എത്രയോ പേര് കുട്ടികൾ സംസാരിക്കാൻ ശക്തിയില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നാവില് അനുഗ്രഹമായിട്ട് സരസ്വതി നമസ്തൂരം അതുകൊണ്ടാണ് ചെയ്യുന്നത്. വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവസ്ത. അപ്പോൾ ഓരോ ദേവീ ദേവന്മാരുടെയും നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളിവിടെ ചിന്തിക്കാം ബ്രഹ്മാവ്, ബ്രഹ്മാവ്, രുദ്രന്മാര്, മരുത്തുക്കള്, എല്ലാവരുടെ അനുഗ്രഹവും 8 കോണിൽ നിന്നാണ് നമുക്ക് നാരായണ കവചത്തില് അഷ്ടമൂർത്തിയായിട്ട് 8 കോണുകളിൽ നിന്നാണ് നാരായണ കവചം ചെയ്തത്. ഈ നമ്മുടെ നാരായണൻ ചെയ്യുമ്പോൾ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞിട്ട് നാരായണ കവചത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് അങ്ങനെ ഉപേക്ഷിക്കാനല്ല. അങ്ങനെ ഒരു പുസ്തകമുണ്ട്, നാരായണ കവച മന്ത്രം. വളരെ വിശേഷമാണ്. അത് അതിൻ്റെ കഥ. അതിന് പിന്നീട് വേറൊരു കഥയുണ്ട്.
അകലിൻ്റെ ദധീജി, പിന്നെ അവസരത്തെ പറഞ്ഞു തരാം. ദധീജി മഹർഷി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ എല്ല് നാരായണ കവചം ചെരി ശക്തി പ്രാപിച്ചതാണ്. ഇപ്പോഴും അത് പുതിയ സ്ഥലത്ത് ഗന്ധർവൻ പോലും അപകടം ഉണ്ടായിരുന്നു. അതിൽ തന്നെ പറയുന്നു നാരായണ കവച മന്ത്രത്തിൽ അവസാനം. അപ്പോൾ ഓരോ ദേവിക്കും മന്ത്രമുണ്ട്. ഷഷ്ടി കവചം ഗുരുവിൻ്റെ, ദേവി കവചമുണ്ട്, ദേവി മഹാത്മന്റെ. ഓരോരോ ദൈവങ്ങൾക്കും കവചം ഇട്ട് കഴിഞ്ഞാൽ എന്തുപോലെ പറഞ്ഞാൽ ദേവി ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ പോവാം. ദേവി മഹാത്മത്തിൽ ദേവി കവചം ആദ്യം വരും. അത് കഴിഞ്ഞാൽ അർഗണം കീലകം. അർഗണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓടാമ്പരം സാക്ഷിയിടും. ഓടാമ്പരം ഇട്ട് കഴിഞ്ഞ് കീലകം കൂട്ടിട്ട് കൂട്ടുക. നമ്മളെന്തായി ദേവിയുടെ പരിധിയുടെ ഉള്ളിലായി. പിന്നെ നമ്മളെ ആരാ എന്ത് ചെയ്യാം, ഒന്നും ചെയ്താലും എന്ത് അസ്ത്രം ഉണ്ടാലും നമ്മളെന്തായി ദേവിയുടെ കവചത്തിനകത്തായി. ഇതേപോലെയാണ് നാരായണ കവചം. 8 കോണുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യില്ല, മന്ത്രം ചെയ്തില്ല. പിന്നെ നമ്മളെ എങ്ങനെ ചെയ്യാം, രക്ഷിക്കാം, ഭഗവാൻ രക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് കലിയുഗത്തിലെ പ്രധാനം പറയുന്നത് എന്താ വെച്ചാൽ നാമസങ്കീർത്തനം യസ്യ, ഭാഗവതത്തിന്റെ അവസാന കളിയാണ് നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം. ഭഗവാന്റെ വാക്കാണ് കേട്ടോ, എൻ്റെ വാക്കൊന്നുമല്ല. ഭഗവാൻ പറയുന്നുണ്ട്, വ്യാസമഹർഷി എഴുതുമ്പോൾ തന്നെ എഴുതിയതാണ്. നാമസങ്കീർത്തനം കൊണ്ട് എല്ലാം ചുറ്റും പോകുന്നു. ഇതുപോലെ ആമേഘങ്ങൾ കത്തു വന്നു, സൂര്യന്റെ പ്രഭ കൊണ്ട് എന്തായി ആമേഘങ്ങൾ നീങ്ങിപ്പോയി, ഇത്രയും. അതുപോലെ നാമസങ്കീർത്തനം ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ പറയുന്നില്ല. നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യാനോ അല്ലാണ്ട് ഗുരുവിന് പോയി വറുത് വെട്ടി കൊടുക്കാനോ. ഗുരുവിനെ വറുത് വെട്ടി കൊടുത്തിരുന്നു കൃഷ്ണനും കുചേലനും. കൃഷ്ണൻ പോലും അത് ചെയ്തിരുന്നു സാന്ദീപനി ആശ്രമത്തില്. കൃഷ്ണൻ എന്തുകൊണ്ട് അത് ചെയ്യണം, ആവശ്യമില്ല. 14 ലോകവും ഒറ്റ ചരടിൽ വഹിക്കുന്ന കൃഷ്ണൻ എന്തിനാ ആശ്രമത്തിൽ പോകേണ്ട ആവശ്യം? നമ്മൾക്ക് മനസ്സിലാവാൻ ഭഗവാൻ ചെയ്തു. സഞ്ജീവനി ആശ്രമത്തിലായിരുന്നു ഭഗവാൻ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിരുന്നത്. എന്നിട്ടാണ് പറയുന്നത്, മഴയൊക്കെ പോയി നമ്മൾ ആദ്യം കണ്ടു നിന്നു. കുചേലന്റെ പഠിക്കുക. കുചേല ഭാഷ പാട്ടുണ്ടല്ലോ, അഴിമകടുമൊരുമിച്ചൊരു കട്ടിയിലേരം ഏഴാമാടിയിരുന്നരുളും. മാളിക പോലെ കാണണം, ശരീരത്തിനെ കാണും. കുചേലൻ എന്താ ഉള്ളത്, ഒന്നുമില്ല. കീറി പറഞ്ഞ മുന്നില് അവില് കൊടുത്തു, തട്ടിപ്പറിച്ച് തിന്നു എന്നാണ്. എന്തോ ഉണ്ടല്ലോ, ഭഗവാന് കൊടുക്കുകയല്ല ചെയ്തത്, ഭഗവാൻ തട്ടിപ്പറിച്ച് എടുക്കുകയും ചെയ്തു. തിരിച്ചു കൂടെയൊക്കെ ഉണ്ടായി വലിയ കൊണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും ചോദിച്ചോ ഇല്ല. ഭാര്യ ചോദിക്കാൻ പറഞ്ഞു, പക്ഷെ മറന്നു. എന്താണ്, ഒന്നും വേണ്ട. അപ്പൊ ഏറ്റവും വലിയ സമ്പന്നനാണ് ഏറ്റവും വലിയ ദരിദ്രനാണെന്നാണ് കുചേലന്റെ പറഞ്ഞത്. കുചേലൻ വീട് വേണം, കുട്ടി നല്ല ഭാര്യ വേണം, നല്ല കുട്ടികൾ വേണം, വീട് വേണം, ഇതൊന്നും വേണ്ടെന്നല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്ത് വേണം, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എന്ത് കഴിഞ്ഞാൽ. പ്രളയം എത്ര സ്ഥലത്ത് എത്ര വീടെടുത്തു നമ്മുടെ കാര്യം. അവിടെയൊക്കെ ഇരിക്കുകയാണെങ്കിലും ആയിരം മുകളിൽ ഏറ്റുന്ന ഭഗവാനായി തോന്നിൽ മാറാപ്പ് കയറ്റാനും ഭഗവാനാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അംഗീകരിച്ചാൽ ഞാനെന്ന ഭാവം കെട്ടിട്ടുണ്ട്, 2 കാറുണ്ട്, കുട്ടികളുണ്ട്, ഡോക്ടറാണ്. ഒപ്പം എന്തും ചെയ്യണം, ശാസ്ത്രവും പഠിച്ച് കുട്ടികളെയും പഠിപ്പിക്കണം. അതിനാണ് ബ്രാഹ്മണര് 7 വയസ്സിന് ഉപനയനം പറഞ്ഞൊരു സ്ത്രീയുണ്ട്, പൂണൂരിടും. പൂണൂരിട്ട് കഴിഞ്ഞാൽ അവൻ വേറെ ഉത്തമ ബ്രാഹ്മണനായിരിക്കും. വേദം പഠിച്ചിരിക്കണം, ജപിച്ചിരിക്കണം. വേദം ചെല്ലിയിട്ട് സ്കൂളിലേക്ക് പോലും ഒരു പോകും. അതൊന്നും നമ്മളെന്താ പഠിക്കില്ല. ബ്രഹ്മത്വം ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം അത്രയൊന്നും വേണ്ട, വേദമൊന്നും പഠിക്കണ്ട. സങ്കീർത്തനം പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടികൾ 10 വയസ്സും 3 വയസ്സിൽ ഇതിലേക്ക് തയ്യാറാക്കി എടുത്താൽ പിന്നെ 18-20 വയസ്സിൽ നമ്മൾ വിളിച്ചാൽ അപ്പം വിളിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ഭക്ഷണവും കൊടുക്കണം, വസ്ത്രവും കൊടുക്കണം, ഒപ്പം എന്ത് കൊടുക്കണം. നമ്മുടെ ഹിന്ദുക്കളുടെ നമുക്ക് അന്യമതസ്ഥരൊക്കെ നോക്കൂ. ഞായറാഴ്ച പറഞ്ഞാൽ ഗുരുവിൽ ഇറങ്ങണമെന്നില്ല. രാവിലെ എവിടെ പോകും, 2 കുട്ടികൾ പള്ളിയിൽ പോകും. പോയില്ലെങ്കിലോ അവരുടെ വീട്ടിലത്തെ ഒരു കാര്യവും പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ഇവരാരും ശ്രദ്ധിക്കില്ല. ഒരു വിവാഹം വന്നാലോ ഒരു മരണം വന്നാലോ ഒന്നും ശ്രദ്ധിക്കില്ല. വീട്ടിലെന്തെങ്കിലും ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹം ഉണ്ടാക്കി ഈ പള്ളിയിലച്ഛൻ ഒരു വക്കീലിൻ്റെ അടുത്തേക്കൊന്നും ഓടില്ല. നമ്മുടെ മേഖല ഏറ്റവും പ്രഗത്ഭനായ വക്കീലൊന്നും പോയ പള്ളിയിലച്ഛനെ വിളിക്കും, കോംപ്രമൈസ് ചെയ്യും. അവിടെ പ്രശ്നം തീർന്നു. കാരണം ഞാൻ മെഡിക്കൽ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അനുഭവസ്ഥയാണ്. കാരണം ഓരോ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മോറൽ ക്ലാസ് കൊണ്ടൊരു പീരീഡ് ഉണ്ട്.
നമുക്ക് എന്താ അറിയോ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. രീതിക്ക് പഠിക്കുകയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം അറിഞ്ഞിരിക്കണം, തെറ്റിലേക്ക് പോകാതെ. ഡിഗ്രിക്ക് പഠിക്കുന്ന PGക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിവാഹശേഷം ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ നിങ്ങൾ എങ്ങനെ പെരുമാറണം, അവരുടെ അച്ഛനോടും അമ്മയോടും, ഇതെല്ലാം ക്ലാസ്സിലും. പിന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം മാത്രമേ, ഹിന്ദു ആയാലും ശരി ആരായാലും നിർബന്ധമായിരുന്നു മുസ്ലിം. ഇപ്പോഴോന്ന് എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായും തൊഴുത് ശേഷം മാത്രമേ പേപ്പറെ കയ്യിലുള്ളൂ പരീക്ഷ. അത്രയും ചിട്ടയാണ്. നമ്മൾക്ക് എന്താ അറിയുമോ, ഹിന്ദുക്കൾക്ക് വിചിട്ടില്ല. എപ്പോഴെങ്കിലും ശങ്കരാണ്ടിക്ക് അമ്പലത്തിൽ അത് വേണോ അത്ര ആലോചിച്ചു. അങ്ങനെയല്ല. നമ്മുടെ ക്ഷേത്രങ്ങൾ എന്തിനാണ്? ഓരോ ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രം, ആ ക്ഷേത്രം നശിച്ചാൽ ഗ്രാമവാസികൾ മുഴുവൻ നാശത്തിലേക്ക് കലാശിക്കും. അപ്പൊ നമ്മുടെ ഒരു 6 കിലോമീറ്റർ ഒന്നല്ല, ഞങ്ങളുടെ പെൺകുട്ടിയെ 2-3 കിലോമീറ്റർ പരിധിയിൽ ശിവക്ഷേത്രം, പിന്നെ 2 ദേവീക്ഷേത്രങ്ങൾ ഒക്കെ പരിപാലിക്കുന്ന ചുമതല നമ്മുടെ ഹിന്ദുക്കൾക്കുണ്ട്. ധർമ്മത്തോടു കൂടിയിട്ടുള്ള രാഷ്ട്രീയ കളി കളിച്ചിട്ടല്ല, ആർക്കും പോണില്ല. കമ്മിറ്റിക്കാരടക്കം സത്യം ധർമ്മം പാലിച്ചില്ലെങ്കിൽ, ഭാഗവതത്തിൽ പറയുന്നത് എന്റെ വാക്കല്ല കേട്ടോ, ദേവന്റെ മുതലോ അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചാൽ 7 തലമുറ പാപം സ്വീകരിച്ചിട്ട് വരും. നരകവാദനയിൽ പറയുന്നത് ദേവന്റെയോ ദേവന്റെ സ്വത്തോ അമ്പലത്തിലേക്കായിട്ട് എടുക്കാം, ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് എടുക്കാം. ഭഗവാന്റെ വാക്കാണ് സംഭവിച്ചിട്ടുണ്ട്. ചെയ്തവർക്ക് 7 തലമുറ വരെ അതിന്റെ പാപം. കുട്ടിയുടെ കുട്ടി, അതിന്റെ കുട്ടി ശാപം വന്നോണ്ടേയിരിക്കും. ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ, ഭ്രാന്തായിട്ട് അലയേണ്ടി വരും നമ്മുടെ. അതുകൊണ്ട് ക്ഷേത്രം 10 രൂപ ഭഗവത്ഗീത തന്നെ പറയുന്നത്, 100 രൂപയില്ലെങ്കിൽ 10 രൂപ ആരാൻ്റെ ആവശ്യത്തില്ല, 10 രൂപ അച്ഛനെ അമ്മയെ നോക്കാൻ 10 രൂപ വേണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 1000 ഉണ്ടെങ്കിൽ അതിൻ്റെ 10 അംശം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന്, ക്ഷേത്രം നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോ ഹിന്ദുക്കളുടെയും ആവശ്യമാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ കോമണായിട്ട് പറഞ്ഞു തന്നെയുള്ളൂ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഈ ദേവിയുടെ ക്ഷേത്രം പരിസരവാസികൾ നിങ്ങൾ നന്നായി നടത്തുന്നുണ്ട്, ഇല്ലാന്നല്ല, നിങ്ങൾ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആ ഒരു കടമയും കർത്തവ്യവും നമ്മൾക്ക് ചെയ്യണം, നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ അതിനുള്ളിലുള്ളവരും സത്യത്തോടെയും ധർമ്മത്തോടെയും ക്ഷേത്രത്തിനകത്ത് മാത്രമല്ല, പുറത്ത് ഇവിടെ ഓഫീസിലാണെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ധർമ്മത്തിന്റെ മൂർത്തിയായിരിക്കുന്നത് ശ്രീരാമസ്വാമി അല്ലേ. രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിനൊരു കയ്യും കാലും ഉണ്ടെങ്കിൽ ആരാണ് ശ്രീരാമസ്വാമി. ഇനി അതൊരു മാറ്റൂല്ല, കാരണം ജീവിച്ച് കാണിച്ചു തന്ന വ്യക്തിയാണ് ശ്രീരാമസ്വാമി. അച്ഛൻ്റെ വാക്ക് എന്ത് ചെയ്തു? അനുസരണയോടെ പാലിച്ചു. നമ്മുടെ വാക്ക് ഇന്നത്തെ കുട്ടികളെ അനുസരിക്കോ? വനത്തിലേക്കൊന്നും പോകണ്ട, നല്ലൊരു ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകും അല്ലേ. വനവാസം ചെയ്തു, എങ്ങനെ ചെയ്തു? ധർമ്മത്തോടുകൂടി ചെയ്തു. വനത്തിൽ പോയിട്ടും അല്ലേ, ഹനുമാൻ സ്വാമിയൊക്കെ എന്താ പറയുക, സീതാദേവിയെ കണ്ടോണ്ട് പോയാലും അന്നാളെ വരെ സേതുബന്ധനം, പിന്നെ ഇപ്പൊ സേതുബന്ധന സ്ഥലത്ത് പോയിട്ട് കുറെ സയന്റിസ്റ്റുകൾ നോക്കിയെന്നാണ് 2-3 വർഷം മുമ്പ്. എന്തിനൊക്കെ ഈ ഹനുമാൻ സ്വാമിയുടെ ചാക്കുകളും അതൊന്നും വേണ്ട, നമുക്ക് ഇവിടെ നല്ല പാലം കെട്ടാം. നമുക്ക് സേതു പറഞ്ഞാൽ സംസ്കൃതത്തിൽ പാലെന്നാണ്. അപ്പൊ പാലം കെട്ടാം, അതൊന്നും വേണ്ട, അതൊക്കെ പഴയ ഫാഷനാണ്, പറ്റിയില്ല. അപ്പൊ തന്നെ കൊടുങ്കാറ്റ് വന്നു, ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റിയില്ല എന്ന്. സയന്റിസ്റ്റ് ആയാലും ആരായാലും ശാസ്ത്രജ്ഞന്മാരായാലും ഒക്കെ പോയി ഇപ്പോഴും സേതുബന്ധനത്തിലെ ആ വലിയ കല്ല് അങ്ങനെ കിടക്കില്ല. 7 വർഷങ്ങളായില്ല അവിടെ. നമ്മൾ രാമപുരം പോയി കഴിഞ്ഞാൽ രാമേശ്വരത്ത് പോയാൽ കാണാൻ പറ്റും. കല്ല് കണ്ടാൽ വലിയ കല്ലേ തോന്നും, പക്ഷെ അതെന്താണ് വെള്ളത്തിൽ പാല് കിടക്കുന്നത്. അപ്പൊ അന്ന് ഭഗവാൻ മണ്ണാറക്കണ്ണൻ പോലും അതിന് അറിയുന്ന സേതുബന്ധനം സീതാദേവിയെ ലങ്കയിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് മണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തു പറഞ്ഞാൽ മണലിൽ പോവും, കുറെ ഉള്ളും ആ മണ്ണും കൊണ്ട് ഇവിടെ വരും. അങ്ങനെ ഒരുപാട് അണ്ണാറക്കണ്ണൻ നമുക്കൊന്നും അറിയില്ല. എന്നാണ് അണ്ണാറക്കണ്ണനും കന്നാരായത്. അണ്ണാറക്കണ്ണൻ ധരിച്ചിട്ട് നടന്നില്ല സേതുബന്ധനം. അങ്ങനെ ഒരു 100 അണ്ണാറക്കണ്ണന്മാർ പോയിട്ടാണ് മണ്ണിലിട്ട് ആ മണ്ണ് കൊണ്ട് ആഞ്ജനേയ സ്വാമിയെ രക്ഷിച്ചു. അത് കണ്ടിട്ടാണ് ശ്രീരാമസ്വാമി ഒന്ന് തലോടി. ആ 3 വര എന്താണെന്ന് പറയുന്നത് ഭഗവാന്റെ തലോടലാണ്. ശ്രമിച്ചു നോക്കുക, അതിൻ്റെ പുറത്ത് 3 വര വന്നിട്ടുണ്ട്. ഇതൊക്കെ തത്വങ്ങളാണ് കേട്ടോ. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു അങ്ങനല്ല കേട്ടോ. വീണ്ടും ഞാൻ വാഴക്കലിൻ്റെ പോകുന്നു. അങ്ങനെ
അങ്ങനെ നമ്മൾ ഗജേന്ദ്രമോക്ഷം കണ്ടു. ഇനി നമുക്ക് പാലാഴി മന്ദനം നോക്കാം. എന്താണ് പാലാഴി? തത്വം മനസ്സിലായില്ലോ. എന്തെങ്കിലും അഹങ്കരിക്കരുത്. ഋഷിമാരെ കണ്ടാൽ നമ്മൾ വന്ദിക്കണം. നമ്മുടെ ഗുരുക്കന്മാരെ കണ്ടാൽ വന്ദിക്കണം. ഏത് സമയത്തും അത് ഓർമ്മ വരണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. റിമോട്ടിലെ ടി വി കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മുടെ റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നെ, മറ്റുള്ള വീട്ടിലൊന്നുമല്ല. നമ്മൾ ആ മനസ്സിനെ കൊടുക്കണം. നമ്മളൊക്കെ പറഞ്ഞില്ലേ, പോഷകാഹാരമൊക്കെ കൊടുക്കണം, എന്നാലേ മനസ്സ് വളരുള്ളൂ. ഒരു മനസ്സ് ഈ ശരീരം മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല, ഒന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യ പെരുന്നത്? എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വന്നാൽ ഒരു ടെൻഷൻ, എനിക്ക് എങ്ങനെ അത് അതിജീവിക്കണം, അത് അതിജീവിക്കാൻ പറ്റുന്നില്ല. അതിനാണ് ഈ ഗുരുക്കന്മാര് ചിന്മയ ശേഷാനന്ദ സ്വാമിയൊക്കെ പോയി കണ്ടാൽ മതി. എത്ര നമുക്ക് തിരക്കുണ്ടെങ്കിൽ സ്വാമിജി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പുതുരാശ്രമത്തിൽ സ്വാമിജിയുടെ എത്ര ആശ്രമങ്ങൾ നമുക്ക് പാലക്കാടുണ്ട്. നമ്മൾ അവരെ അവിടെയൊന്നും കൊണ്ടുപോകില്ല. എന്താ പേടി, സന്യാസിനിയാവോ സന്യാസിയാവോ? ഒരിക്കലും ഇല്ല. അതിനൊന്നും പേടിയേണ്ട ആവശ്യമില്ല. കുട്ടികൾ ആത്മഹത്യ ചെയ്യൂല. എന്തെങ്കിലും വിഷമം വന്നാൽ ഉടൻ സ്വാമിജിമാരെ പോയി കാണുക. അതിനൊന്നും ഇപ്പൊ നമുക്ക് ഈഗോ വിചാരിക്കില്ല, ദുരഭിമാനമൊന്നും അല്ലാതെ. കാരണം കാണുക, അവര് അതിന് അസറായിട്ട് പ്രതിവിധി പറഞ്ഞു തരും. അല്ലെങ്കിൽ രാമായണം എടുത്ത് വായിക്കുക. ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശം കൊടുക്കില്ല. ശ്രീരാമൻ ഒക്കെ വായിക്കുക. മലയാളം അതെ, സംസ്കൃതവും കൂടിയല്ല, ഒക്കെ എടുത്ത് വായിച്ച് മക്കൾക്കും അത് കേൾപ്പിച്ച് ജീവിതം എങ്ങനെ ധന്യമാക്കാം നമുക്ക് പറ്റും. 100 വയസ്സ് വരെ ധന്യമായി മരുന്നുകളൊന്നും ഇല്ലാതെ നമുക്കത് മനസ്സിന് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും നമ്മളെ ബാധിക്കില്ല. കാരണം എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ മരുന്നൊന്നും ഇല്ലാതെ 20 വയസ്സ് വരെ ആ ഭഗവാന്റെ കാര്യം തന്നെ എത്ര പറഞ്ഞാലും അധികമാവില്ല. ഒരു നാം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു പാട്ടില്ലേ, 1000 നാമുള്ളവരനക്കാകുമോ ഭഗവാനെ വാഴ്ത്താൻ. 1000 നാമുള്ള അങ്ങനെ പോലും ഭഗവാനെ വാഴ്ത്താൻ പറ്റി. പിന്നെ ഉപയോഗിച്ചത് നാവ് വെച്ചിട്ട് നമുക്ക് വാഴ്ത്താൻ ഒന്നുമല്ല. കാരണം നമുക്ക് ശാസ്ത്രീകരിക്കുമ്പോൾ എന്തൊക്കെയോ കുറച്ച് പറയും. യേശുദാസ് പറഞ്ഞ പോലെ വലിയ സാഗരത്തിന്റെ തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആരാ പറയണറിയോ? ഗാനഗന്ധർവനാണ് പറയുന്നത്. അതാണ് പറയുമ്പോ മഹത്വം. എത്രയും പാട്ടുകാരിയെ തഴഞ്ഞ ഗാനഗന്ധർവ പദം കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ലപോലെ പാടണം. നമ്മുടെ സ്വരം അറിയണം, ഓരോ ജതി സ്വരം അറിയണം. അതിന്റെ എന്താ പറയുക, 4 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചാൽ മാത്രമേ ടീച്ചർ കീർത്തനം പഠിപ്പിക്കുള്ളൂ. അപ്പൊ ഗാനഗന്ധർവൻ പറയുന്ന തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാന്. നമ്മളൊക്കെ അത് തന്നെയാണ്. ചെറിയൊരു കുട്ടി നീർപ്പോടെ നമ്മൾ പൊട്ടിപ്പോയില്ല. ഏത് നിമിഷവും പൊട്ടിപ്പോവാം. എത്ര കാണുന്നു. നമ്മളെന്താ അറിയില്ല, മറ്റുള്ളവർ മരിക്കുമ്പോ ഞാൻ ചിരഞ്ജീവിയാണ്, ഞാൻ മരിക്കില്ല, എനിക്ക് മരണമില്ല. അങ്ങനെയല്ല, നമ്മൾ നാളെ മരിക്കും. അടുത്ത നിമിഷം എൻ്റെ ഗുരുവൊക്കെ പറയും. അപ്പൊ നമ്മളെല്ലാം പറയുന്നു അടുത്ത നിമിഷം എന്തും സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എവർ റെഡി ആയിട്ടിരിക്കണം എന്നറിയാം. ശരി, ആർക്കും ഒരു ഭൂമിയിൽ കടവില്ലാതെ വാക്കുകൾ കൊണ്ടുപോലും നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക, നല്ല വാക്ക് ചൊല്ലണം. അപ്പൊ എന്താ പറയുക, പിന്നെ നാവില് വേറെ അന്യവാക്ക് വരില്ല, മറ്റുള്ളവരെ കുറ്റം പറയാം. കുറ്റം നടന്നുണ്ട്, അത് നമ്മളെന്താ ശ്രദ്ധിക്കാൻ പോകണം. ദേവന്മാരും ഉണ്ടാവും, അവരെ അടുത്ത കഥ വരാൻ പോകണം. അസുരന്മാരും ഉണ്ടാവും. അസുരന്മാരുണ്ടെങ്കിലേ ദേവന്മാർക്ക് നിലനിൽക്കുള്ളൂ. വെളിച്ചം മാത്രമാണെങ്കിലോ ഇരുട്ടില്ലെങ്കിലോ എന്താവും? രാത്രിയൊക്കെ നമുക്ക് പണിയെടുത്ത് എന്ത് ബോറടിക്കുന്നു. പക്ഷെ ഇരുട്ടുണ്ടെങ്കിൽ എന്താണ്? വെളിച്ചത്തിന് പ്രസക്തി ഉള്ളൂ. ആണ് ഉള്ളൂർ പറഞ്ഞത്. ദുഃഖം വരട്ടെ, അതാണ് നല്ലത്. താമസമല്ലോ സുഖപ്രദം. താമസാണ് സുഖപ്രദം. എന്തുകൊണ്ടാണ്? വെളിച്ചുള്ളത് കൊണ്ടാണ് നമുക്ക് താമസ സുഖപ്രദമാവുന്നത്. വെളിച്ചവും വേണം, ഇരുട്ടും വേണം, ദേവനും വേണം, അസുരനും വേണം. പക്ഷെ അസുരനാവാതെ ദേവനായിട്ട് മാറുക, അസുരനിൽ പോയി തല കൊടുക്കാതെ തെറ്റിലേക്ക് പോവാതെ എങ്ങനെ അതിനെ നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളത് എങ്ങനെ മറികടക്കണം അറിയണമെങ്കിൽ രാമൻ ശ്രീരാമസ്വാമി പറയുന്നല്ലോ കൃഷ്ണോപദേശത്തിൽ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കണി. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ, ഏത് നിമിഷവും പ്രളയം വന്നാൽ വീട്ടിലെല്ലാം വീടും പോവും. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണ്ടെന്നല്ല കേട്ടോ, നിരാശയിലേക്ക് കൊണ്ടുപോകല്ല. അർജുനനോട് ഭഗവാൻ എന്താ പറഞ്ഞത്? അയ്യോ, എനിക്ക് എൻ്റെ ബന്ധുക്കളെയൊന്നും പറ്റണില്ല, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായമാണ്. അപ്പൊ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങണം.
സാധിക്കില്ല. നീ യുദ്ധം ചെയ്ത് ജയിക്കണം എന്നാണ് ഭഗവാൻ എവിടെ വെച്ചിട്ടാണ് നിർദ്ദേശം കൊടുത്തത്? കുരുക്ഷേത്ര യുദ്ധത്തിൽ. സാധാരണ മൈതാനത്തിൽ വെച്ച് എന്തേ കൊടുത്തില്ല ഭഗവാൻ? കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വെച്ചിട്ടാണ്. അവിടെയാണ് എന്താ ആവശ്യം? ആ മറുപടി ആവശ്യം. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ആരാപ്പ നമ്മളെക്കാൾ ആളുള്ളവരെ ആചാര്യന്മാരെ അവരോട് ചോദിക്കും, ഇതിനെന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണം, കുട്ടികളെ എങ്ങനെ വളർത്തണം, എല്ലാത്തിനും മാർഗം ഒരു പറഞ്ഞു തരും. അതിന് അവര് വിവാഹം കഴിച്ച് കുട്ടികളാവൊന്നും വേണ്ട, സന്യാസിക്ക് എല്ലാം പറഞ്ഞു തരും. കാരണം ജ്ഞാനദൃഷ്ടിയിലാണ്. അങ്ങനെയൊക്കെ ഭാഗവതമൊക്കെ എഴുതിയെടുക്കാൻ വ്യാസമഹർഷി ഒരുപാട് വർഷം തപസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്ത് നടക്കാൻ പോകും, ഭാവിയിൽ എന്ത് നടക്കാൻ പോകും നമുക്ക് ഇവിടെ ഇരുന്ന് പ്രവചിക്കാൻ പറ്റും. നമ്മളെ ആ കഴിവൊക്കെ തന്നിട്ടാണ് ബ്രഹ്മാവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് മാത്രമേ എന്തുള്ളൂ? ഈ വിശേഷ ബുദ്ധിയുള്ളൂ. ഒരു ആനയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല. ആനയുടെ കർത്തവ്യം ചെയ്യാനല്ലാതെ മനുഷ്യന് മാത്രമേ വിശേഷ ബുദ്ധിയാലും എവിടെ എത്താം. ആഞ്ജനേയ സ്വാമിയുടെ അസാധ്യ സാധക സ്വാമി അസാധ്യം തവ കിംവല രാമദൂത കൃപാസിന്ധോ മങ്കാര്യം സാധ്യേ പ്രഭു. ഒരു മന്ത്രമാണ് ആഞ്ജനേയ സ്വാമിയുടെ. അസാധ്യ സാധക സ്വാമി, അസാധ്യമായിട്ട് എന്തില്ല ആഞ്ജനേയ സ്വാമിക്ക് ഒന്നുമില്ല. അപ്പൊ ആ സാധ്യത എനിക്ക് കൂടി പറഞ്ഞു തരൂ, അനുഗ്രഹിക്കൂ, എന്നെ അനുഗ്രഹിക്കൂ. അതാണ് ആഞ്ജനേയ സ്വാമിയുടെ ആ മന്ത്രം. ഒരുപാട് മന്ത്രമുണ്ട്, അതിലൊന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, ഈ രാമായണ മാസം പണ്ടുള്ള കാരണവന്മാര് ചെയ്തതൊന്നും വെറുതെ ആവില്ല. എന്താറിയോ, പണ്ട് കൃഷി മാത്രമായിരുന്നു ഉപജീവനമാണ്. ഇപ്പോഴും എല്ലാം കൃഷിക്കാരാണല്ലോ. അതുകൊണ്ട് ആ സമയം കർക്കിടക മാസം, പഞ്ഞമാസം, ഇപ്പൊ പഞ്ഞമാസമൊന്നുമില്ല, എല്ലാവരുടെയും ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ട്. പലരും ബിസിനസ് ഒക്കെ ചെയ്തിട്ടും സൈഡ് ബിസിനസ് ചെയ്തിട്ടും ബ്രാഹ്മണർ വരെ ഭക്ഷണം, കാറ്ററിംഗ്, വേദത്തിൽ പറയുന്നത് ബ്രാഹ്മണര് ഭക്ഷണം വിൽക്കാൻ പാടില്ല. വിൽക്കല് ഉണ്ടാക്കാത്തവർക്ക് വിൽക്കല്. വിറ്റിട്ട് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ മാസം, വിൽക്കാൻ പാടില്ല എന്ന് വേദത്തിൽ പറയുന്നത്. അവർക്ക് എന്താണ് പൂജ. ഓരോരുത്തരും ഓരോ കുലത്തൊഴിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളം പഠിക്കുക, അധ്യയനം ചെയ്യുക. അവർക്ക് പൂജ, അമ്പലത്തിൽ നിന്ന് വിൽക്കുന്ന ആ പൂജ. പിന്നെ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പൂജകൾക്ക് പോകാം. അവർക്ക് ഭക്ഷണം വിൽക്കാൻ അവകാശമില്ല. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കഴിവ് തന്നിട്ടാണ് ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. പക്ഷെ ആ കഴിവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറങ്ങിയിട്ടും എത്ര ഉറങ്ങും. ഉപകരണമായി നമ്മൾ നന്ന ആഴ്ച ആലോചിച്ച് നോക്കൂ. രാത്രി 8 മണിക്കൂറും 8 കണക്കാക്കിയ 4 നേരത്തെ ഭക്ഷണം കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ജീവൻ നിലനിർത്താനേ കഴിക്കണ്ടു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരും ജീവിക്കുമോ? ഇല്ല. അത് തെറ്റല്ലേ? ആലോചിച്ച് നോക്കണം. ഞാൻ വെറുതെ എന്ന് പറയുന്നതല്ല, സത്യം ആലോചിച്ച് നോക്കൂ. അതുപോലെ എത്ര സമയം നമ്മൾ ഉറങ്ങിക്കഴിയുന്നു, എത്ര സമയം പാചകം ചെയ്യാൻ കഴിയുന്നു, എത്ര സമയം ഓഫീസിൽ ഭഗവാന്റെ നാമം ചെല്ലാൻ വിളിച്ചാൽ അയ്യോ സമയമില്ല കേട്ടോ. ഞാൻ കുറെ പേരെടുത്തൊക്കെ പറഞ്ഞു നോക്കി, സമയമില്ല. എൻ്റെ ഗുരു പറയും, ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ പോരെ, എത്ര സമയമാണ് നമ്മൾ വെറുതെ ഇരുന്ന് പറയുന്നത്. 10 നാമം ചെല്ലിയാൽ ഉണ്ടായി അടുത്ത ജന്മത്തിലെ ഡെപ്പോസിറ്റ്. ബാങ്കിൽ മാത്രം ഡെപ്പോസിറ്റിൽ അയക്കി വയ്ക്കില്ലേ? അത് വേണ്ടാന്നില്ല കേട്ടോ, അത്ര മണി വെച്ചോളൂ. പക്ഷെ പലിശ കൂട്ടുപലിശയായിട്ട് വരും. ഇവിടെയും തെറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അതും വരും പലിശ, കൂട്ടുപലിശ, അതിൻ്റെ കൂട്ടുപലിശ, വീണ്ടും സഞ്ചിതകർമ്മം, ആഗാമി കർമ്മം എല്ലാം വരും. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാരബ്ധ കർമ്മമാണ്. ഏതിന്റെ? പൂർവജന്മത്തെ പ്രാരബ്ധ കർമ്മമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭഗവാന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ഓരോരുത്തരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലല്ലേ വേദന കൊണ്ട്, ക്യാൻസർ കൊണ്ട് അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരില്ലേ? നിങ്ങൾ അവർക്ക് കൂടി പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് അവരുടെ വേദന അവരുടെ പൂർവ്വജന്മം അറിയാതെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിക്കപ്പെടും. എവിടേക്കോ വേദന കൊണ്ട് ഇരിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. അവർക്ക് കൂടി ആ ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കട്ടെ. ഈശ്വര തെറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. ഒരു കർത്താൻ കക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ല. കാരണം അത് ജീവിക്കണം. മാർഗൂല മോഷണം നല്ലതല്ല. പക്ഷെ അറിയില്ല ചെയ്യുന്ന, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയില്ല. നമ്മളെ ശരി പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഇത്ര ജയിലും ഇത്ര കള്ളന്മാരും ജയിലിൽ പോലും പിന്നെ ഹസ്ബൻഡൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. കൂടെ കാരണം അവർക്കൊരു മാനസാന്തരം വരട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രാവശ്യം ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. 10 പ്രാവശ്യം പറയുമ്പോൾ അല്ലേ ഒരു രാവണൻ ഇല്ലാതാവും. രാവണന്റെ കഥയിൽ ഇട്ടാൽ മതി. കാരണം നല്ല കഴിവും നല്ല ഭക്തനുമായിരുന്നു രാവണൻ. ശിവഭക്തനാണ്. കൈലാസം വരെ
എന്തായി തലവേദനയോട് അടുത്ത അമ്മാനാടിയാണ് കൈലാസമാണ്. അവിടുന്ന് എഴുതിയതാണ് എൻ്റെ ശിവനാട്ട സ്തോത്രം. ഈ തലവേദന കൊണ്ട് ഇങ്ങനെ അമ്മാനെ ആടുന്ന സമയത്ത് എഴുതിയതാണ് ശിവനാട്ട സ്തോത്രം. രാവിലെ രചിച്ചതാണ്. ഞങ്ങളെ പ്രഭാഷണത്തിൽ എപ്പോഴും ചെയ്യും. അത്രയും കഴിവുള്ള ആൾക്ക് എന്തുകൊണ്ട് സീതാദേവിയെ കണ്ട വന്നു? സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും മണ്ഡോദരിയുടെ വാക്ക് മണ്ഡോദരി അസലായിട്ട് പറയില്ല. രാമായണം എടുത്ത് വായിച്ചു നോക്കും, മണ്ഡോദരി പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്താൽ നമ്മുടെ കുലം മുടിയും. പല പ്രാവശ്യം മണ്ഡോദരി പറഞ്ഞു, കേട്ടില്ല. ആ കുലം മുടിക്കാനായിട്ട് രാവണൻ, പണ്ട് രാവണൻ, ഇപ്പോഴും രാവണന്മാർ ഒരുപാട്. അപ്പൊ എന്താണ്, രാവണനാണോ ശ്രീരാമനാണോ സെലക്ട് ചെയ്യാം. ഓപ്ഷൻ നമുക്കുണ്ട്. എല്ലാവരെയും അമ്പലം തുറക്കും, ബ്യൂട്ടി പാർലർ തുറക്കും, എല്ലാം തുറക്കും, സിനിമ കൊട്ടായ തുറക്കും, ക്ലബ്ബ് തുറക്കും. ഡയറക്ഷൻ ആരുടെയാണ്? നമ്മളാണ് തീരുമാനിക്കുന്നത്. എവിടെ പോകണം, എവിടെ പോയാൽ നല്ലത് കിട്ടും. എവിടെ വേണമെങ്കിൽ പോവാം. ആരും നമ്മളെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ല. എവിടെ വേണമെങ്കിൽ പോവാം, ആരുടെ കൂടെ വേണമെങ്കിൽ പോവാം. പക്ഷെ എന്തായി, കർമ്മഫലം പിന്നാമല വരും. ഓട്ടോറിക്ഷ കയറി വരും പറയുണ്ടായിരുന്നു. എവിടെയും പോയ ഓട്ടോറിക്ഷ കയറി വീട്ടിൽ വരുന്നു കർമ്മഫലം. അമേരിക്കയിൽ പോയാലും വരും. ഇനിയിപ്പോ ഇന്ത്യ വേണ്ട, നമുക്ക് അന്യനാട്ടിൽ പോവാം, പിന്നാലെ വരും കർമ്മഫലം. ഞങ്ങളുടെ പാമ്പുകാവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കർമ്മം ആ പാമ്പുകാവില് നേരെ കുടുംബക്ഷേത്രമായിരുന്നു അത്. പക്ഷെ നേരെ മാർഗം പരിപാലിക്കാതെ ഇവർക്ക് അന്യനാട്ടിൽ പോയിട്ട് അവരുടെ കുട്ടിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടായി. നശിപ്പിച്ച് ആ നാഗത്തിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവർ പ്രശ്നം വെച്ച് നോക്കിയത് കൊണ്ടായിരുന്നു ഇതെല്ലാം മൂടി കിടക്കുകയാണ്. നാഗങ്ങളുടെ ശാപമാണ് നമ്മുടെ കുട്ടിക്ക് വന്നത്. അതുകൊണ്ട് നമുക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം. എൻ്റെ മകൻ അമേരിക്കയിലാണ്, 10 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നാഗ പിന്നാലെ വരും. ഇനി പരിപാലിച്ചില്ലെങ്കിൽ പല രൂപത്തിലും വരും. ഇനി അവര് സംശയമില്ല. അപ്പൊ എല്ലാം നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒന്നും പൂർണ്ണമാവില്ല. എന്തുകൂടി വേണം. ഞാൻ പറയും, എൻ്റെ പ്രവർത്തനമാണ്, ഞാനാണ് ഇവിടെ പറ്റി. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വരപോലെയാവും. തന്നെ പോകും, വെള്ളത്തിൽ തന്നെ പോകും. മനുഷ്യപ്രയത്നം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഗുരു എപ്പോഴും ഓർമ്മിപ്പിക്കും. അങ്ങനെയാണ് മക്കളെ, അങ്ങനെയാണ് മക്കളെ ഓരോ കാര്യത്തിലും. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. എന്തറിയോ, ഒരു അടി പോലും നമ്മളിപ്പോൾ വീട്ടിൽ കാല് വെക്കുക, കാല് വ്യക്തി അടുത്ത ഭാഗത്തേക്ക് വെക്കുമ്പോ താഴെ ഒരു പാമ്പുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ചവിട്ടാൻ പാടുള്ള പാമ്പിനെ അവിടെ ആരാ നമ്മളെ രക്ഷിക്കാം? നമ്മുടെ ബന്ധുക്കളെ വരുമോ? ഇല്ല. പക്ഷെ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്കത് കണ്ണിൽ ഭഗവാൻ കാണിച്ചു തരും. അല്ലെങ്കിൽ ചവിട്ടാതെ അപ്പുറത്ത് കാല് വയ്ക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മളെ ആരെ രക്ഷിക്കുന്നത്? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞതാണ് നമ്മൾ. അപ്പോ അവിടെ അതാണ് ഇപ്പൊ ഗജേന്ദ്രന് സംഭവിച്ചത്. മൂന്നാറായി. പക്ഷെ പൂർവ്വജന്മ സ്മൃതി കൊണ്ട് നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേന്ന് വിളിച്ചത് കൊണ്ട് ആ ഭഗവാൻ വന്നു. അപ്പൊ നമ്മൾ 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരാതിരിക്കില്ല. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾ വിളിക്കാൻ പറ്റില്ല. വിളിച്ചാൽ തന്നെ ഭഗവാൻ വരുള്ളൂ. എങ്ങനെ വിളിക്കണോ അങ്ങനെ വരും. അച്ഛനായിട്ട് വിളിച്ചാൽ, കുട്ടിയായിട്ട് വിളിച്ചാൽ, കൃഷ്ണനായിട്ട് വിളിച്ചാൽ. ഇതിന് പൂതാനത്തിന് കുട്ടിയെ കൊടുത്തു. കുട്ടിയെ കൊടുത്തപ്പോ കുട്ടി മരിച്ചു. ഒരു കുട്ടി ഉണ്ണിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി മരിച്ചപ്പോ ഭഗവാൻ പറയുകയാണ്, ഭഗവാൻ പിറ്റേ ദിവസം നടന്ന സമയത്ത് ആചാര്യൻ പറഞ്ഞു, ആ ആചാര്യനെ കിട്ടി. ഭഗവാൻ പേടിച്ചിട്ടാണ് ദർശനത്തിന് വന്നത്. എന്താ വെച്ചാൽ പൂന്താനത്തിന് ഞാൻ തന്നെയാണ് ഉണ്ണിയെ കൊടുത്തത്, ഞാൻ തന്നെ എടുത്തു. പക്ഷെ ഭഗവാൻ പേടിച്ചിട്ടില്ല, ഇനി എന്നെ എന്ത് ചീത്ത പറയോ? കാരണം അത്ര ഭക്തനായിരുന്നു പൂന്താനം എന്താ പറഞ്ഞത്? കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. എന്തായി? ഭഗവാനെ പോലെ തിരുത്തിയാണ് പൂന്താനത്തിന്റെ വഴികൾ. അപ്പൊ അവിടെ നമ്മള് അങ്ങനെ മാതൃകയിലെടുക്കാം. നമുക്ക് തന്ന കുട്ടിയെ ദൈവം ആരെയും എടുക്കാതിരിക്കട്ടെ. അഥവാ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ നമ്മൾ വരുമ്പോ കുട്ടിയും കൊണ്ടാണല്ലോ. അതാണ് പറഞ്ഞത്. രാമായണം വായിച്ച അവസാനത്തെ ഫലശ്രുതി വായിച്ചു നോക്കൂ. സന്താനം ഉണ്ടാവും, പിതൃക്കൾക്ക് വരെ മോക്ഷം ഉണ്ടാവും. വായിച്ചു നോക്കൂ, ഇന്ന് തന്നെ പോയി എടുത്ത് നോക്കൂ എന്തൊക്കെയാണ് ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഫലശ്രുതി മാത്രം വായിക്കുകയല്ല, രാമായണം മുഴുവൻ വായിച്ചാലേ എന്ത് കിട്ടുള്ളൂ? കർമ്മം ചെയ്താലേ ഫലം കിട്ടുള്ളൂ. അപ്പൊ ഓരോ നാമത്തിനും ശരത്തൊക്കെ പറയാറുണ്ട്, ചുറ്റും നമ്മുടെ ചുറ്റും ദേവീ ദേവതമാരൊക്കെ നിലയിൽ എന്നും സഞ്ചരിക്കുന്നതാണ്.
സന്ധ്യ ആകുമ്പോൾ വരുന്നേ ഒരു ദേവത. അത് ശ്രദ്ധിക്കാനുണ്ട്. എല്ലാവർക്കും വെളിപ്പെടുത്തിയതല്ലേ, അറിയാൻ പറഞ്ഞത്. എനിക്കും കൂടി അറിയാനാണ്, നിങ്ങൾ വരാൻ തന്നെയാണ് ഞാനും. അപ്പോൾ സന്ധ്യ ആകുമ്പോൾ ഒരു 6-6:15 വരും. നോക്കൂത്ര ആരുടെയൊക്കെ വീട്ടിൽ ദീപം ജ്വലിക്കുന്നുണ്ട്, ആരൊക്കെ അഗ്നി ചെയ്തിട്ടുണ്ട്. രാവിലെയും വരും, എല്ലാ നേരവും വരും. അപ്പോൾ സീരിയൽ കണ്ടിരിക്കുകയാണ്, വേറെ എന്തെങ്കിലും തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം പാകം ചെയ്യരുത്, കഴിക്കരുത്, ഒന്നും രണ്ടാക്കരുത്, പുറത്ത് വെട്ടരുത്, തേങ്ങ പൊരിക്കരുത്. അതുകൊണ്ട് അരുത്. അതിനു മുമ്പ് നമുക്ക് സമയമുണ്ടല്ലോ. എന്തിനാ അപ്പം തന്നെ ചെയ്യുന്നത്? സന്ധ്യാസമയം എന്തിനാ വെച്ചാൽ നാമജപം ചെയ്യാൻ. കാരണം ആ സമയം അന്തരീക്ഷം ദുഷിച്ച സമയമാണ്. നമുക്ക് ഹിന്ദുക്കൾ മനസ്സിലാക്കിയാലും നമുക്കത് മറക്കും. പിന്നെയും അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാ വെച്ചാൽ പകല് കഴിഞ്ഞു രാത്രി വരികയാണ്. അതിൻ്റെ ഇടഭാഗമാണ് സന്ധ്യ. സന്ധിക്കുന്ന സമയമാണ് സന്ധ്യ. അങ്ങനെയാണ്. അപ്പൊ ആ സന്ധ്യ നേരത്തെ എന്തിനാണ് നാമജപം ചെയ്യാനുള്ള. ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നാമം ചെല്ലാൻ പറ്റുന്നില്ലേ? പുരുഷന്മാർ ഞങ്ങളല്ല, പുരുഷന്മാർക്ക് എന്താ നാമം ജപിച്ചില്ല. ജപിക്കാലോ, നാരായണ നാരായണ കുട്ടികളെ മടിയിലെത്തിയിട്ട് നമശിവായ ജപിക്കുക. ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോഴേ ചോറ് കിട്ടണമെങ്കിൽ നമശിവായ ജപിക്കണം, അതിനു വേണ്ടി ജപിച്ചു പഠിച്ചു. പക്ഷെ അതിപ്പോ ഒരു ആളുകളുടെ ആവശ്യം നമശിവായ ജപിച്ചില്ലെങ്കിൽ ഒന്നും നേരിടാൻ പറ്റും. നീ പട്ടിണി എങ്ങനെയാ? പട്ടിണി കടന്നോ? ജപിച്ച് അങ്ങനെ വീട്ടിൽ നിന്നും നമ്മൾ സമ്പ്രദായം കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സംസ്കാരത്തിലേക്ക് വളർന്നു വരുന്നത്. അപ്പോൾ സമയം വന്നത് നാമജപം. ആ സന്ധ്യാസമയത്ത് വെറുതെ ഇരുന്ന് നാമം ചെയ്യുക. അല്ലെങ്കിൽ ദേവി ദേവന്മാർ എന്ത് ചെയ്യുമല്ലോ, സീരിയൽ കണ്ടാൽ കഥാസ്തു അങ്ങനെ അവിടെ ആരുടെയും സങ്കടം കണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ശരി, നിനക്ക് സങ്കടം തരട്ടെ, കിട്ടി അനുഗ്രഹം. ഇനി പിന്നെ അയ്യോ അമ്മ ഇന്ന് കരഞ്ഞിട്ട് തോന്നാ കാര്യം ഒരു കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമുക്ക് വീടുകൾ ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ അടുത്ത വീട്ടുകാരെ അഹങ്കാരമാണ് ഞാൻ നഷ്ടപ്പെട്ട മോശമായിരിക്കില്ല. അപ്പൊ ആ കഥാസ്തു എന്താക്കുക, നല്ലതാക്കുക. അങ്ങനെ ആയി തീരട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. നീ എന്ത് ചെയ്യണോ അതായി തീരട്ടെ. ഒരു കള്ളൻ മോഷ്ടിക്കുകയാണെങ്കിൽ എന്തായി? എപ്പോഴും മോഷണമാകും. നാമം ജപിക്കുകയാണെങ്കിലോ നമ്മളെ ഉയർത്തി ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എത്ര ഉദാഹരണങ്ങൾ, എത്ര ഋഷിമാരാണ്, എത്ര യോഗീശ്വരന്മാർ, എത്ര ഭക്തരാണ്. പൂന്താനത്തിൽ നോക്കൂ, ഇപ്പോഴും പൂന്താന ദിനം ആഘോഷിക്കുന്നത് ഇല്ലേ? കലിയുഗത്തിലെ 4 യുഗത്തിലും വരും പൂന്താന ദിനം, പൂരമ ദിനം ഉണ്ട്. രണ്ടിടത്ത് നോക്കൂ, ഈ മഹാത്മാക്കൾക്കൊക്കെ ഓരോ ദിനമുണ്ട്. നാരായണീയ ദിനമുണ്ട്. നാരായണീയ എന്താ പറഞ്ഞാൽ മേൽപ്പത്തൂര് 100 ദശകം വേണ്ടി ഭഗവാനെ സമർപ്പിച്ച ദിവസം. വൃശ്ചിക വിവാദക്കണം ഏകദേശം ഒരു ഡിസംബറോടുകൂടി മുസ്ലിം വിവാദത്തിൽ മലയാള മാസം നാരായണീയ ദിനമുണ്ട്. ഭാഗവതത്തിനുമുണ്ട്. അതുപോലെ വൈശാഖ മാസത്തിൽ നമ്മൾ ആഘോഷിക്കണം, വൈശാഖ ദിനം ആഘോഷിക്കണം. ഒരുപാട് മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ സമയമാണ്. നരസിംഹാവതാരം, നമ്മുടെ പിന്നെ എന്താ ബലരാമ ജയന്തി, ഒരുപാട് മഹാത്മാക്കൾക്ക് ജനിച്ച സമയമാണ് വൈശാഖം. ശ്രീബുദ്ധൻ ജനിച്ചത് വൈശാഖത്തിലാണ്. ഏകദേശം നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗുരുവായൂർ 4 സപ്താഹങ്ങൾ വിടാതെ ഉണ്ടാവും വൈശാഖത്തിൽ. എല്ലാവരും ഇപ്പോഴും ഉണ്ട്, നടന്നുകൊണ്ടിരിക്കില്ല. വൈശാഖ മാസം പറഞ്ഞാൽ കർക്കിടക മാസം പഞ്ഞ മാസം ആയതുകൊണ്ട് പണ്ട് ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കാർന്നോമാരെ ജീവിതം പറഞ്ഞാൽ ശരി നാമജപത്തിനായിക്കോട്ടെ. കാരണം വരുന്ന മാസം ചിങ്ങമാസം അഭിവൃദ്ധിയോടുകൂടി എല്ലാ അഭിവൃദ്ധി അല്ലെ, എല്ലാ ധനവും ഐശ്വര്യവും നാണ്യ വിളവുകളും അരിയും എല്ലാം ഉണ്ടാവട്ടെ. അതിനെന്ത് ചെയ്യണം? അതിന് മുമ്പ് നമ്മളെല്ലാം പാടത്തെ എല്ലാം കൂടുതൽ കളയൊക്കെ വെച്ച് കൊയ്ത്തിനായിട്ട് കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നാമജപവും കൂടി ഉണ്ടെങ്കിൽ എന്തായി? പൂർണ്ണഫലം അതിലുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ചിങ്ങമാസത്തെ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയോടുകൂടി ഇപ്പോഴും ചിങ്ങമാസം ഭഗവാന്റെ വാമനാവതാരം, അടുത്തത് വായിക്കാൻ പോകുന്നത് വാമനാവതാരമാണ്. വാമനാവതാരം ചെറിയൊരു ഇതുകൂടി പറയാം. പാതാളത്തിലേക്ക് താഴ്ത്തിക്കൊന്നുമില്ല കേട്ടോ. മഹാബലി തെറ്റിദ്ധാരണയാണ് നമ്മുടെ സുതലത്തിലേക്ക് ഉയർത്തുക ചെയ്തിരിക്കണം. കാരണം ബലിന്ന് മാത്രമേ ഉള്ളൂ. മഹാബലി ആയത് അദ്ദേഹത്തിന്റെ ത്യാഗമാണ്. 3 അടി വാമനൻ ചോദിച്ച സമയത്ത് ഭൂമി സൗകര്യം മാത്രമേ ആക്കാനുള്ളൂ, ചവിട്ടി താഴ്ത്തിക്കൊന്നുമില്ല. ആര് ചോദിച്ചാലും നമ്മൾ തല ഉയർത്തി പറയണം. സുതലത്തിലേക്ക് ഭഗവാൻ ഉയർത്തിയിട്ടേയുള്ളൂ. ആ ദിനമാണ് തിരുവോണം. വാമനമൂർത്തിയാണ് വരുന്നത് നമ്മളെ കാണാൻ. വാമനമൂർത്തി ഭഗവാന്റെ അവതാരമായിട്ട് നമ്മളെ കാണുമ്പോഴാണ് നമ്മൾ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുന്നു, ആടായിക്കുന്നു. എന്തിനാണ്? എല്ലാ ഐശ്വര്യത്തോട് സമൃദ്ധിയോടുകൂടി ആ ഭഗവാനെ വരവേൽക്കാൻ. മഹാബലി എല്ലാവർക്കും കഥ അറിയുമല്ലോ. അതുകൊണ്ട് കഥ അറിഞ്ഞാൽ പോരാ,
സുതരത്തിൽ നിന്നും ഉയർത്തി സുതരത്തിൽ തന്നെ ആ സുതരത്തിൽ നിന്നാണ് വരുന്നത്. മാത്രമല്ല മഹാബലിയുടെ ചെയ്ത വാമനമൂർത്തിയായിട്ടാണ് കൊട പിടിച്ചിട്ട് വാമനാവതാരായിട്ടാണ് ഓരോ തിരുവോണത്തിന് വരുന്നത് മഹാബലി. ബലി മാത്രമായിരുന്നു. മഹാബലി എന്നത് അദ്ദേഹത്തിന്റെ ത്യാഗത്തിന് കൊടുത്ത പേരാണ്. ചിരഞ്ജീവി കൂടിയാണ്. ചിരഞ്ജീവി തന്നെ അസുര ചക്രവർത്തിയായിരുന്നു. അതുകൂടി നമ്മൾ ആലോചിക്കണം. ഒരു അസുര ചക്രവർത്തിക്ക് എങ്ങനെയായി ദേവനായി. അപ്പോൾ മഹാബലി ചിരഞ്ജീവി പദം അത് കൊടുത്തു, ഭഗവാൻ കൊടുത്തു. ഒരുപാട് അസുരന്മാർ. നമ്മൾ കുറച്ചുകൂടി സമയം അതിക്രമിച്ചു തോന്നുച്ചയായ രീതി പറയും. സമയമായി കഞ്ഞുകൂടിയായി പാലാഴി മതനം കൂടി നോക്കാം. കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മിക്കാം. അതുപോലെ ആചരിക്കാൻ നോക്കുക. സന്ധ്യയ്ക്ക് നാമം ചെയ്യുക. സന്ധ്യ ആയി എന്നെ ഓർമ്മിക്കാം കേട്ടോ. ഇവർ പറഞ്ഞിട്ടുണ്ട് നാമം ചെയ്യുക. അങ്ങനെയെങ്കിൽ 30 ആള് കേട്ടാൽ ഒരാളെങ്കിലും മാറുമല്ലോ. സന്ധ്യയായ നാമം ജപിക്കുക. ഇനിയിപ്പോൾ നമുക്ക് സംസ്കൃതമൊന്നും അറിയില്ലല്ലോ. ഉണ്ടാക്കുന്നോ നാരായണായ അഷ്ടമന്ത്രം ചെല്ലാം, അമ്മേ നാരായണ ദേവി നാരായണ അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക, പഠിക്കുക ചെയ്യുക. പിന്നെ നമുക്ക് ഏതാ പാലാഴി മതം. എന്തുകൊണ്ടാണ് പാലാഴി മതം? പണ്ട് ദുർവാസ മഹർഷി ഇങ്ങനെ സ്വർഗലോകത്ത് നന്ദനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് ഉദ്യാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹർഷി. അപ്പോൾ അപ്സര സ്ത്രീകളെ മാല കെട്ടിക്കൊണ്ടിരിക്കണം. നല്ല ഇപ്പൊ കുറേ അമ്മമാരെ കൊണ്ടുവന്നിട്ട് ഭഗവാൻ ഇഷ്ടംപോലെ മാലകൾ നല്ല ഐശ്വര്യത്തോടെ ശ്രീരാമസ്വാമി പരിവാര സമേതം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോ കൊണ്ടുവന്ന് അപ്സര സ്ത്രീകൾ എന്ത് ചെയ്തു? അപ്പൊ ദുർവാസ മഹർഷിയെ കണ്ടപ്പോ ശരി ഈ മാല പാരിജാതമാണ്, സ്വർഗലോകത്താണ് പാരിജാതം കൊടുത്ത സമയത്ത് ശരിയുടെ ഭയങ്കര സന്തോഷമായി. ഏറ്റവും മുഖത്ത് ചുണ്ടിയുള്ള ആളാണ് ദുർവാസ മഹർഷി. കാരണം അപ്സര സ്ത്രീകൾ അങ്ങനെ ക്രീഡിച്ച് നടക്കുകയായിരുന്നു. പാട്ടും പാടി നല്ല നല്ല പാട്ടുകളൊക്കെ പാടി. സ്വർഗലോകത്ത് എന്ത് പാട്ടാ പാടുക നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം. നല്ല ഭക്തിഗാനമൊന്നും ഒരു പാടില്ലല്ലോ അപ്സര സ്ത്രീകൾ. അപ്പൊ ദേവേന്ദ്രനെ സൂചിപ്പിക്കാൻ മാത്രമേ അവർ പാടുള്ളൂ. ഉടൻ പക്ഷെ അവരെന്ത് ചെയ്തു പറഞ്ഞാൽ ദുർവാസ മഹർഷിയെ കണ്ടപ്പോ വേണ്ട പോലെ ഉപചരിച്ച കാരണം ഈ മാല കൊടുത്തപ്പോൾ സന്തോഷമായി. അപ്പൊ കാലൊക്കെ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി. ഈ മാല ഇദ്ദേഹത്തിന്റെ കൈ കിട്ടി. പക്ഷെ ഇപ്പൊ എന്തൊക്കെ ഞാൻ ചെയ്യാം, ഈ മാല കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണം മഹർഷി. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്വർഗലോകത്തിലെ ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്ത് ഇങ്ങനെ വരികയാണ് ഗംഭീരമായിട്ട്. ഐരാവതം എടുത്ത ആന ഇതിന്റെ പുറത്ത് ഇങ്ങനെ വരികയാണ് ദേവലോകം ചുറ്റിയിട്ട്. ശരി ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ആനയുടെ അപ്പൊ ശരിക്ക് കൊടുക്കാതെ ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ ആനയ്ക്ക് കൊടുക്കാൻ തോന്നി. ഇന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രനാ കൊടുത്തത് പാരിജാതപുഷ്പം. കൊടുത്ത സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ആനയുടെ തലയിലിട്ടു. പിന്നെ ആനയുടെ തലയിലിട്ടു. ഇരിക്കട്ടെ ആനയ്ക്കൊരു കിരീടം പോലെ. കുറച്ച് നേരം കഴിഞ്ഞതും ഈ ഇത് ഭയങ്കര മണമാണല്ലോ. നമ്മുടെ വീട്ടില് പാരിജാതം വന്നുള്ള സുഗന്ധ വൈകി എന്നൊക്കെ പറയുമല്ലോ, ആ വെള്ളപ്പൂവ്. ഇപ്പൊ അപൂർവമാണ് അത് ഇട്ട സമയത്ത് വണ്ട് വന്നു. ഇതിന്റെ മണം കഴിച്ചിട്ട് വണ്ട് വന്ന സമയത്ത് വണ്ട് ഒരുപാട് ഇങ്ങനെ ആനയെ ഉപദ്രവിച്ചപ്പോൾ ദൃശ്യം വന്നു. ഒന്ന് തലകുലുക്കി താഴെ ആനയുടെ കാര്യം ചോദിച്ചിട്ട് ആ ഹൃദയക്ക് ചവിട്ടി മരിച്ചു വരും. ഇത് കണ്ടു ആര്? നമ്മുടെ ദുർവാസ മഹർഷി. അവിടെ അപ്സര സ്ത്രീകള് കെട്ടിക്കൊണ്ടിരുന്ന ദുർവാസനെ കൊടുത്തു, ഇതിന് കൊടുത്തു. അതിനെ ആന കാറ്റി ശരിയാക്കി വന്നു. ദൃശ്യം വന്നാൽ എന്താണ്? അതിനെ ശരിക്കുക, ഒന്നുകിൽ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ നിഗ്രഹം. അങ്ങനെയാണ് പ്രകൃതി പറഞ്ഞ നിഗ്രഹം അല്ലെങ്കിൽ നിഗ്രഹം. അല്ലെങ്കിൽ ഒന്ന് നടക്കും. അങ്ങനെ ശരിച്ചു. നീ ജനാനര ബാധിച്ചു പോട്ടെ. ആര്? ദേവേന്ദ്രൻ. ജനാനര ബാധിച്ചു പോട്ടെ. എനിക്ക് എൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഈ സ്വർഗലോകത്ത് നിന്ന് പോട്ടെ. അങ്ങനെ ആ പാലാഴിക്ക് വിട്ടു എന്നാണ്. താഴെ ഭൂമിയിലേക്ക് വന്ന് അനുഭവിച്ചു. എല്ലാം പോയി. അവിടെ എന്തെല്ലാം ഉണ്ട്? നാമധേയം ഉണ്ട്. നാമധേയം പറഞ്ഞാൽ എന്ത് കൊടുക്കുന്നതാണ്. ചിന്താമണി രത്നം ഉണ്ട് സ്വർഗലോകം. നമുക്കറിയാം. അത് വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് വെച്ചാൽ മതി. ഇതെല്ലാം പിന്നെ ലോട്ടറി എടുക്കാനൊന്നും പോകണ്ട. അങ്ങനെ പോയി നാമധേയവും ചിന്താമണി അങ്ങനെ ഒരുപാട് സ്വർഗലോകത്ത് ഒരുപാടുണ്ട് രത്നങ്ങളെല്ലാം. അതെല്ലാം പോയി ഭൂമിയിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഒരു വഴിയില്ല. എന്താ പറയാ, അങ്ങനെ ജനാനര ബാധിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതായി. ശക്തിയും ക്ഷയിച്ചു. അപ്പൊ ഇവരെല്ലാവരും കൂടി ഭഗവാനെ അഭയം പ്രാപിക്കുകയാണ്. എന്താ ചെയ്യുക? ഋഷീശ്വരന്മാരെ കാണും ആദ്യം. അപ്പൊ അവർ പറയും, നിങ്ങൾക്കൊന്നും ഇതിൽ പറയാനില്ല. ശാപം
ശാപമോക്ഷമാണല്ലോ. അപ്പൊ ഭഗവാനെ പോയി അഭയം പ്രാപിക്കൂ, മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കും. അപ്പൊ പറയും ഇതിനൊരു പ്രതിവിധി എന്താ? ദേവാസുര യുദ്ധം, നിങ്ങൾ അസുരന്മാരോട് സന്ധി ചെയ്തിട്ട് പാലാഴി മഥനം ചെയ്യണം. പാൽക്കടലില് മഥനം ചെയ്ത് ഞാൻ അമൃത പൂവായിട്ട് വരും. ആ അമൃത് സേവിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ജലാനരേന് ഒരു മുക്തി കിട്ടുള്ളൂ. അല്ലാതെ എളുപ്പമൊന്നുമല്ല കേട്ടോ. പറയുമ്പോൾ എളുപ്പമാണ് പാലാഴി പോയിട്ട് അമൃതമഥനം ചെയ്യാനും. പിന്നെ പാലാഴി എത്ര വലിയ സമുദ്രമാണത്. ഭഗവാൻ പാലാഴിയാണല്ലോ പള്ളി കൊള്ളുന്നതിനാ നിദ്രാ സമയത്ത് മഹാവിഷ്ണു അനന്ത ശയനത്തിൽ കിടക്കുന്നത് പാലാഴിയാണ്. അങ്ങനെ ചെയ്യണം. ഇവരിപ്പോ എന്താ ചെയ്യാവുന്നതിന് ശക്തിയില്ല. അപ്പൊ ഭഗവാൻ ഇത് പറയും, നിങ്ങൾ അസുരന്മാരായിട്ട് സന്ധി ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾ അസുരന്മാരുടെ കാലിൽ പോയി പിടിക്കുകയും അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ അഹങ്കരിക്കാനൊന്നും ഇല്ല, അവിടെ ഒന്നുമില്ല. കാരണം ദേവലോകയെ കൈവിട്ടു പോകും. പിന്നെ ശരി എന്ന് പറഞ്ഞ ഭഗവാൻ പറഞ്ഞതല്ലേ, വേറെ നിർവാഹമൊന്നുമില്ല. അസുരന്റെ അടുത്ത് പോയി സന്ധി ചെയ്തു അവരെ തന്നെ. പക്ഷെ അസുരന്മാർ ഇതിൽ പോയി വിളിച്ചാൽ വേറെ വരുമൊന്നുമില്ല. ഓ ഒന്നും ഇല്ലാണ്ടായപ്പോ ഞങ്ങളെ വിളിക്കാൻ വന്നിരിക്കുന്നു. അതിന് മുകളിലിരിക്കുമ്പോ ഞങ്ങളെ കാണുമ്പോൾ പുച്ഛമായിരുന്നു അല്ലേ ഞങ്ങളെ കണ്ടപ്പോൾ. അപ്പൊ ഇവരെന്ത് ചെയ്തോയോ, ഭഗവാനൊരു തന്ത്രവും പോയി പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പോയിട്ട് നേരിട്ട് വിളിച്ചാൽ അവർ വരുമൊന്നുമില്ല. നല്ല തന്ത്രത്തോടുകൂടി അവരെ നന്നായി സുഖിപ്പിച്ച് വിളിച്ചാൽ മാത്രമേ വരുള്ളൂ. അവര് വന്നില്ലെങ്കിൽ ഇത് നടക്കാനും പോകില്ല. അപ്പൊ അവിടെ ആ തന്ത്രത്തോടുകൂടി എന്താ പറയുക, ആത്മസംയമനത്തോടുകൂടി നല്ലൊരു പുഞ്ചിരിയോടുകൂടി പോയി നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കും കൂടി വേണ്ടേ ആ അമൃത്. അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾക്കും കൂടി ആ അമൃത് ഭക്ഷിക്കണമെന്നില്ലേ, നമ്മൾ അമരത്വമുള്ളവരായി തീരും. അമൃത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരണമില്ലാന്ന്. പിന്നെ മരണമില്ല, ശരീരത്തിനും മരണമില്ല. നിങ്ങൾക്കത് വേണ്ടേ ചോദിക്കും മുസ്ലിംമാർ. പിന്നെ ഞങ്ങൾക്ക് വേണം അമൃത്. അങ്ങനെ നല്ല ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. വേറൊരു ശത്രുവിനെ നമ്മൾ എങ്ങനെ നേരിടണം, സ്നേഹത്തോടെ നേരിടണം. അല്ലെങ്കിൽ വാളെടുത്തവൻ വാളാൻ, അത് എല്ലാവരെയും പ്രയോജനമാവില്ല. വാളെടുത്തവൻ വാളാൻ ചിലവരെയൊക്കെ ചാണക്യതന്ത്രം ഉപയോഗിക്കണം, ചിലവിടെ യന്ത്രം ഉപയോഗിക്കുന്നവരുടെ യന്ത്രം, മന്ത്രം ഉപയോഗിക്കുന്നവരുടെ മന്ത്രം ഉപയോഗിക്കണം എന്നറിയാം. അപ്പൊ ഇവിടെ തന്ത്രം ഉപയോഗിച്ച് അസുരന്മാരെ വിളിക്കുകയാണ്. അങ്ങനെ വരും, സന്ധി ചെയ്യും, ഞങ്ങൾ തയ്യാറാണ് പറയും. ഇനിയിപ്പോ ഭഗവാൻ പറയും, ഈ പാലാഴി മന്ത്രപർവ്വതം കൊണ്ടുവരണം. മന്ത്രപർവ്വതത്തെ കടപോലും മൊത്താക്കും വാസുകിയാണ് കയറാക്കുക. അപ്പൊ സമുദ്രമൊക്കെ കാണിച്ചു കൊടുത്തു. പോയിട്ട് മെല്ലെ ബലി ഒക്കെ കൂടി പരിപാലനങ്ങളൊക്കെ നമ്മുടെ മഹാബലിയൊക്കെ കൂടി പോയിട്ടാണ് മന്ത്രപർവ്വതം കൂട്ടിക്കൊണ്ടുവരിക. കുറച്ച് കഴിഞ്ഞതും അതിൻ്റെ ഭക്ഷണമൊക്കെ താഴെ കൊണ്ടുപോകും. അപ്പൊ ഭഗവാൻ അവിടെ ഓടി വരും. എന്നിട്ട് പർവ്വതത്തെ താങ്ങി പാലാഴിയുടെ നടുക്ക് കൊണ്ടിടും. ഇട്ടു തുടങ്ങി കടയാൻ. അത് കടഞ്ഞാലല്ലേ അവിടെ സാധനം വന്ന് അമൃത ആദ്യം കിട്ടുമൊന്നുമില്ല. ഒരുപാട് കടയും നല്ല് പെട്ടെന്ന് കിട്ടുമോ എണ്ണ ഇല്ല. പാല് കാച്ചി അവിടെ വെച്ച് എടുത്ത് വെച്ച് ഒരുപാട് നേരം വിശ്വരാമാജി കടയില്ലേ, വഴിയിലെത്തി കടയില്ലല്ലോ. കടഞ്ഞ് തന്നെ വണ്ണം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മിക്സിയിൽ കഴിക്കും. പണ്ട് മിക്സിയിൽ കടഞ്ഞി തന്നെ പണ്ടില്ല. അപ്പൊ അതുപോലെ ഇവർ കടയാൻ തുടങ്ങി. മന്ദരപർവ്വതത്തെ കൊണ്ട്, മന്ദരപർവ്വതം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വർണ്ണമാണ്, സ്വർണ്ണം ഫുൾ സ്വർണ്ണമാണ്. എന്നാണ് നമ്മുടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. സ്വർണ്ണ കണക്കാർ കേൾക്കണ്ട, മന്ദരപർവ്വതത്തിൽ വീട് കൈവരിയായി പോകും സ്വർണ്ണം എടുക്കാറ്. കാരണം അങ്ങനെ ഫുൾ സ്വർണ്ണമയാണ് മന്ദരപർവ്വതം. അതിനെ കൊണ്ടുവന്ന് കടകോലെ മൊത്തമായിട്ട് ഉപയോഗിക്കും. വാസുകിയാണ് കയറായിട്ട്. എത്ര വലിയ കാര്യങ്ങളാണ് അതിനെ കടകോലായിട്ട് വാസുകി കുറേ നേരം കടയുന്ന സമയത്ത് തണുപ്പിച്ച് പിന്നെ ചികിത്സിക്കുന്നവരുടെ നല്ലപോലെ കൈപുണ്യം. ഇത് നമ്മുടെ കമ്പം ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ മാസവും സ്റ്റാഫൊക്കെ അവിടെ പോകുന്ന പറയുക. കാരണം അവർ രോഗികളായിട്ടാണ് ഇടപെടുന്നത്. രോഗികളായിട്ട് ഡോക്ടർമാർ ഇടപെടണമെങ്കിൽ എന്ത് വേണം? ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ അല്ലെ. ഒരു രോഗിയെ തൊട്ടാൽ തന്നെ പണ്ടത്തെ വൈദ്യന്മാർക്ക് രോഗം മാറും. ഇപ്പോൾ എന്തൊക്കെ സ്കാനിങ്, എന്തൊക്കെ ഓരോന്നിനും കണ്ണിനൊന്ന് നോക്കി തന്നല്ലേ, ശരീരത്തിൽ ഓരോ അവയവത്തിനും ഓരോ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കൈപുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ. അല്ലെങ്കിൽ കൈപ്പഴ വരും. കൈപുണ്യം വരുന്നതിന് പരം അതിനെന്ത് ചെയ്താൽ മതി? ധന്വന്തരി മൂർത്തിയെ ഉപാസിച്ചാൽ മതി. അല്ലാണ്ട് അപ്പോൾ 8 കൊല്ലോ 6 കൊല്ലോ MBBS കഴിഞ്ഞു വണ്ടി എടുത്തു ഫിസിഷ്യനായി കൊണ്ടൊന്നും ധന്വന്തരിക്ക് താഴെ ഇട്ടു ഡോക്ടർക്ക്. അവര് പോലും ധന്വന്തരി മൂർത്തിയെ ഉപാസിക്കും. അപ്പോൾ അവരെല്ലാ മാസവും പറ്റുകയാണെങ്കിൽ ധന്വന്തരി മൂർത്തിയെ പോയി കാണുക, അവിടെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അവിടെ നാരായണീയ ചെല്ലാനൊക്കെ അവസരം കിട്ടി. ഭയങ്കര ഊർജ്ജമാണ്. പക്ഷെ അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അട്ടയിൽ കുഴമ്പൊരു മുക്കുടി നിവേദ്യപ്പെട്ട 50 രൂപ കൊടുത്താൽ നമുക്ക് ശീലാക്കാൻ പറ്റും. അതൊരു മോരാണ്. മോരിന് കുരുമുളക്, പിന്നെ പല ആയുർവേദ മരുന്നൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് വീട്ടിൽ രോഗി
രോഗികളുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. ഒരുപാട് ജീവൻ ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്ന രോഗികളുണ്ടെങ്കിൽ ഈ മുക്കുടി നിവേദ്യം അവർ പോകണമെന്നില്ല, അവരുടെ നാട്ടിൽ ചീട്ടാക്കുക, ഇത് അവരുടെ വായിൽ ഒഴിച്ചു കൊടുക്കുക. വെറുതെ കളയുന്നതല്ലാട്ടോ, ഒരുപാട് അനുഭവമുണ്ട്. ആ മുക്കുടി നിവേദ്യം കൊണ്ട് കൊടുക്കുക വളരെ വളരെ വിശേഷമാണ്. കാരണം അത് മാത്രമല്ല, അത് ആ ശ്രീലകത്ത് വെച്ച് പൂജിച്ചിട്ടാണ് നമുക്ക് തരിക. പിന്നെ അവരുടെ ചരട് ജപിച്ചു തരിക, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ മുക്കുടി നിവേദ്യം അതുപോലെ അട്ടയും കുഴമ്പും വളർത്തുന്നുണ്ട്.